ഡോക്ടർ CT അരവിന്ദകുമാർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന MGU യൂണിവേഴ്സിറ്റിയുടെ ബഹുമാന്യനായ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ്, എത്രയും ബഹുമാന്യയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു, നമ്മുടെ പ്രിയങ്കരനായ MP പ്രൊഫസർ പ്രകാശ് കുമാർ, ബഹുമാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, സ്കൂൾ ഓഫ് എൻവയോൺമെൻ്റൽ സയൻസ് 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി സെലിബ്രേഷൻ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ജനുവരി 1 നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനകം തന്നെ ഒരു നാഷണൽ സെമിനാറും ഒരു ഇൻ്റർനാഷണൽ സെമിനാറും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇത് ഇനി വരുന്ന നാളുകളിൽ ഇത്തരം സെമിനാറുകളും അതുമായി ബന്ധപ്പെട്ട പല ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനും നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഉദ്ദേശം, ഈ വർഷം ഡിസംബർ ആവുമ്പോൾ കേരളത്തിൻ്റെ അടുത്ത 25 വർഷത്തെ പരിസ്ഥിതി നിയമങ്ങൾ, എൻവയോൺമെൻറ്റ് ഗവേണൻസ് എങ്ങനെ ആയിരിക്കണം ാണ് അതിനുവേണ്ടിയുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആൾക്കാരുമായിട്ട് ചേർന്നിട്ട് ഉള്ള ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ, നമ്മുടെ ടീച്ചിങ് റിസർച്ച് എക്സ്റ്റൻഷൻ എന്നുള്ള കൺസെപ്റ്റിൽ 3ലും കൃത്യമായി ഇടപെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ടീച്ചിങ് നമുക്കിവിടെ 3 MSc പ്രോഗ്രാം നടക്കുന്നുണ്ട്. MSc എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, MSc എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, MSc അപ്ലൈഡ് ജിയോളജി. ഈ അപ്ലൈഡ് ജിയോളജി അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് മോഡ് കോഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ്. ഇനി ഗവേഷണത്തിനെക്കുറിച്ച് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, എൻവയോൺമെൻറ്റ് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം എല്ലാ മേഖലയിലും ഇവിടെ ഗവേഷണം നടക്കുന്നുണ്ട്. ഗവേഷണ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ ഇന്ത്യയിലെ 2ാമത്തെ സ്ഥാനം നമുക്ക് വരും, JNU കഴിഞ്ഞാൽ. ഒരു വർഷം 40+ വളരെ ഇൻ്റർനാഷണൽ ജേണലിലുള്ള പബ്ലിക്കേഷൻസ്, ഇമ്പാക്റ്റ് ഫാക്ടർ 20-നോടടുത്തുള്ള ജേണലിലുള്ള പബ്ലിക്കേഷൻസ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ടീച്ചേഴ്സിനും റിസർച്ച് പ്രോജക്റ്റ് ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പ് ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തന്നെ നമുക്കൊരു ആംബിയൻ്റ് എയർ ക്വാളിറ്റി വാൻ തന്നിട്ടുണ്ട്, എയർ ക്വാളിറ്റി മെഷർമെൻറ്റിന് വേണ്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ഈ വർഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള വേൾഡ് റാങ്കിങ് പബ്ലിക്കേഷൻ ബേസ് ആയിട്ടുള്ള കാര്യത്തിൽ ആഡ് സയൻറ്റിഫിക് ഇൻഡെക്സിൽ
എല്ലാ അധ്യാപകരും കയറിയിട്ടുള്ള ഏക ഡിപ്പാർട്ട്മെൻറ്റുമാണിത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒട്ടനവധി നാഷണൽ മിഷൻ പ്രോഗ്രാമിൽ അംഗമാണ്. ഉദാഹരണത്തിന് നാഷണൽ മിഷൻ ഓൺ യുറേനിയം മോണിറ്ററിംഗ് പ്രോഗ്രാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് അറ്റോമിക് എനർജി ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണ്. കാരണം പഞ്ചാബിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സിൽ യുറേനിയം കണ്ടതിനെ തുടർന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് ആവശ്യപ്പെട്ടതാണ് ഇന്ത്യയിൽ മുഴുവൻ യുറേനിയത്തിൻ്റെ കണ്ടൻറ്റ്, ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കണമെന്നും കേരളത്തിലെ 3 ഗ്രൂപ്പിൽ ഒന്നായിട്ട് നമ്മളെ സെലക്ട് ചെയ്തിരുന്നു. നമ്മളത് ചെയ്തു കഴിഞ്ഞു. മറ്റൊന്ന് നാഷണൽ മിഷൻ ഓൺ റേഡിയേഷൻ മോണിറ്ററിംഗ് പ്രോഗ്രാം. ഇതും ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ചെയ്തതാണ്. കേരളത്തിൻ്റെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ 2 വർഷം കൊണ്ട് നമ്മൾ പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കാം, കൊല്ലം ഭാഗമാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ റേഡിയേഷൻ ഇന്ത്യയിൽ തന്നെ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം. അതുപോലെ തന്നെ നാഷണൽ ഹൈഡ്രോ തെർമൽ പ്രോജക്റ്റിൻ്റെ പാർട്ടാണ് എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നാഷണൽ വെജിറ്റേഷൻ കാർബൺ പൂൾ അസസ്മെൻറ്റിൽ നമ്മൾ അംഗമാണ്. ഇനി നാഷണൽ സതേൺ ഓഷ്യൻ എക്സ്പെഡീഷൻ, ഇന്ത്യൻ ഓഷ്യൻ്റെ തെക്ക് ഭാഗം, ആ എക്സ്പെഡീഷനിൽ നമ്മൾ മെമ്പറാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് എക്സ്പെഡീഷനിലെ മെമ്പർ കൂടിയാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമായിരിക്കും, നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഏകദേശം എല്ലാ വർഷവും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയുടെ ആർട്ടിക് എക്സ്പെഡീഷൻ്റെ ഭാഗമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഞങ്ങളിൽ പലരും, ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ ഇന്ത്യൻ ആർട്ടിക് എക്സ്പെഡീഷൻ്റെ തലവന്മാരായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്റാർട്ടിക് എക്സ്പെഡീഷൻ്റെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ നാഷണൽ പാനലിലും നമ്മളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അംഗീകാരം, ഇന്ത്യയിൽ 2012 തുടങ്ങിയ ഒബാമ സിംഗ് 21st സെഞ്ച്വറി നോളജ് ഇനീഷ്യേറ്റീവ്. സിംഗ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. ഒബാമ സിംഗ് ഇൻഡോ US പ്രോഗ്രാം. അതിൽ 147 ആപ്ലിക്കേഷനിൽ നിന്നും 4 സെൻറ്ററുകൾ തിരഞ്ഞെടുത്ത് 4 പ്രോജക്റ്റുകൾ സാങ്ഷൻ ചെയ്തതിൽ ഒരെണ്ണം MG യൂണിവേഴ്സിറ്റിക്കായിരുന്നു. അത് മാത്രമല്ല, അതിനൊരു പ്രത്യേകതയോട് കൂടിയുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഒരെണ്ണം മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. അത് നമ്മുടെ MG യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് ഈ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ തന്നെയുള്ള ഇൻ്റർ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻ്ററായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സെൻ്ററും കൂടെ ആയിരുന്നു. അത് നമ്മൾ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി, പ്ലിമത്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബ്രൗൺ യൂണിവേഴ്സിറ്റി, 3 യൂണിവേഴ്സിറ്റിയുമായി കൊളാബറേറ്റ് ചെയ്തു. അതിൻ്റെ പ്ലേക്ക് ഹാൻഡ് ഓവർ ചെയ്തത് 2012 US അംബാസഡർ ടു ഇന്ത്യ മിസ്സസ് നാൻസി പവലായിരുന്നു. അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ സാന്നിധ്യത്തിലാണ് നമുക്ക് നൽകിയത്. അതുപോലെ തന്നെ 20-ൽ കൂടുതൽ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ലിങ്കേജുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരുപക്ഷെ ഏറ്റവും അധികം സെൻറ്ററുകൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. അതിലൊന്ന് ഡോക്ടർ R സതീഷ് സെൻറ്റർ ഫോർ റിമോട്ട് സെൻസിങ്. 2003 മുതൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ തുടങ്ങിയതാണ്. അത് ഡോക്ടർ R സതീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യകാല അധ്യാപകനായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം ക്യാൻസറിൻ്റെ പിടിയിലകപ്പെട്ട് അകാലത്തിൽ മരണമടയുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടക്കക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ സെൻറ്റർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളതൊരു സർട്ടിഫിക്കറ്റ് ലെവൽ പ്രോഗ്രാം കോഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനകം തന്നെ 660 സ്റ്റുഡൻസ്, 660 മുകളിൽ സ്റ്റുഡൻസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഹൈദരാബാദുമായിട്ട് ചേർന്ന് നടത്തുന്നതാണ്. അതിലെ സ്റ്റുഡൻസിനെല്ലാം അതിനുശേഷം ജോലി കിട്ടാറുണ്ട്. ഏകദേശം ഈ കഴിഞ്ഞ ബാച്ചിൽ, ഇപ്പോൾ നടക്കുന്ന ബാച്ചിൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ എൻ്റെ മുന്നിൽ പലരും ഉണ്ട്. ഇരിക്കുന്നതിൽ 45 പേർക്ക് ആ കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ ജോലി ഓഫർ കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ
മറ്റൊരു സെൻറ്ററാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ് സെൻറ്റർ ഓഫ് എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പ്രൊഫസർ എ പി തോമസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വളർന്നത്. അടുത്ത കാലത്ത് അത് അടുത്ത ബിൽഡിങ്ങിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു സെൻറ്ററായ ഇൻ്റർ യൂണിവേഴ്സിറ്റി ഇൻസ്ട്രുമെൻറ്റേഷൻ സെൻറ്റർ, അത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. അതും ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വളർന്നത്. ഇനി മറ്റ് ഒരെണ്ണം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഏക നാഷണൽ സെൻറ്ററായിട്ടുള്ള DSTയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സേഫ് സോഫിസ്റ്റിക്കേറ്റഡ് അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഫെസിലിറ്റി, അതും ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ടായത്. ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ മുൻപ് പറഞ്ഞ GIS പ്രോഗ്രാം റിമോട്ട് സെൻസിങ്ങിന് നമ്മൾ ഒരുപാട് ഗവൺമെൻറ് ഏജൻസിക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോയിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, മഹാത്മാഗാന്ധി NREGA പ്രോഗ്രാം, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, അങ്ങനെ ഒട്ടനവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും നമ്മൾ അതിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പുതിയ മറ്റൊരു സെൻറ്റർ കൂടെ ഇവിടെയുണ്ട്, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ പോളാർ സ്റ്റഡീസ്. നമ്മുടെ ഗോവയിലെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ അണ്ടറിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. അതിൻ്റെ കാരണം നമ്മൾ ഇന്ത്യയുടെ പോളാർ ഗവേഷണ മേഖലയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു സെൻറ്റർ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എറുഡൈറ്റ് പ്രോഗ്രാം, അതും കോർഡിനേറ്റ് ചെയ്തത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് 6 നോബൽ ലോറിയറ്റ് ഉൾപ്പെടെ ഏകദേശം 100ഓളം ഇൻ്റർനാഷണൽ സ്കോളേഴ്സിനെ നമ്മുടെ ക്യാമ്പസിലേക്ക് ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, അതിലും ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റീസ് മെമ്പേഴ്സാണ്. ഇനി നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അത് എല്ലാ അർത്ഥത്തിലും ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. വൈക്കം താലൂക്കിലെ അച്ചിനകം എന്ന് പറയുന്ന വില്ലേജിൽ 2007 മുതൽ നമ്മൾ അവിടെ റെയിൻ വാട്ടർ ഫോർ ഹ്യൂമാനിറ്റി എന്നുള്ള പേരിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏകദേശം 141 ഫാമിലികൾക്ക് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2018 ഫ്ലഡിൽ, വെള്ളപ്പൊക്കത്തിൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിസാസ്റ്റർ സെൻറ്ററിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്ലഡ് മാപ്പിങ്ങിൽ അംഗമായിരുന്നു, നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയുമായിട്ട് ചേർന്ന് 2 മേജർ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് നമ്മൾ അന്ന് കുമരകത്ത് ഇൻസ്റ്റാൾ ചെയ്തു. നേരെ കനാൽ വാട്ടറിൽ നിന്നും ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ടെക്നോളജി. അതുപോലെ തന്നെ കൂട്ടിക്കൽ ഡിസാസ്റ്റർ, അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2014-15 പീരീഡിൽ അമേരിക്കയിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൽടെക് ആയിട്ട് ചേർന്നിട്ട് ഒരു സോളാർ പവേർഡ് സസ്റ്റൈനബിൾ ടോയ്ലറ്റ്, അതായത് നമ്മുടെ വാട്ടർ ഷോർട്ടേജ് ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പങ്കാളികളായി. അതിന് ശരിക്കും പറഞ്ഞാൽ ബിൽ മെലിൻഡ ഫൗണ്ടേഷൻ്റെ ഇൻ്റർനാഷണൽ അവാർഡിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കാര്യം കൂടിയാണ്, നമ്മളതിൻ്റെ പാർട്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാം ആ മേഖലകളിലും നടക്കുന്നുണ്ട്. ഞാനിത് ഇത്രയൊന്ന് ചുരുക്കി പറഞ്ഞത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റി ഒരു പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാ എങ്കിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും ഒരു വിഷമം കൂടി പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഫാക്കൽറ്റി സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞാൽ 3 MSc നടക്കുന്ന ഇവിടുത്തെ ഫാക്കൽറ്റി സ്ട്രെങ്ത് ഏറ്റവും കുറഞ്ഞത് 14 വേണ്ടത്. പക്ഷേ ഞങ്ങളിവിടെ 5 പേരാണ്. ഇത്രയും വർഷങ്ങൾ ഇവിടെ ഉള്ളത് 5 പേരാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗസ്റ്റ് ഫാക്കൽറ്റികൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. അവരുടെ കോൺട്രിബ്യൂഷനും കൂടെ നമ്മൾ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. നല്ല രീതിയിൽ അവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന്
ആദ്യം നമ്മൾ പറഞ്ഞു സിൽവർ ജൂബിലി സെലിബ്രേഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനി രണ്ടാമത് ഉദ്ഘാടനം ചെയ്യുന്നത് UVA ഫെസിലിറ്റി, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോൺ ടെക്നോളജി. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ 50 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നമ്മൾ കരസ്ഥമാക്കിയ ഒരു ടെക്നോളജി ഫെസിലിറ്റിയാണ് ശരിക്കും ഡ്രോൺ ഫെസിലിറ്റി, UVA ഫെസിലിറ്റി. അതിനൊരു കാരണം കൂടെയുണ്ട്. നമ്മുടെ ഡ്രോൺ ഫെസിലിറ്റി വളരെ വളരെ നല്ല രീതിയിൽ, വളരെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തുള്ള രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഡ്രോണിനെ കാണുന്നത് ഈ കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന രീതിയിലാണ് പലപ്പോഴും കാണാറുള്ളത്. പിന്നെ നമുക്കറിയാവുന്ന, അതിനെക്കുറിച്ച് അറിയാവുന്നത്, പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് ചാരപ്പണിക്ക് അയക്കുന്ന അത് നമുക്കറിയാം. പക്ഷെ നമുക്ക് അത്രയും മാത്രമേ അറിയുള്ളൂ. പക്ഷേ അതിനെല്ലാം, ഈ പറഞ്ഞ കാര്യത്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സ്പൈയിങ് എന്നുള്ള രീതിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഒരുപാട് മാറി. നമ്മുടെ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ മാപ്പിംഗ്, ഏതൊക്കെ ലെവലിൽ എത്ര ആൾക്കാർ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഇപ്പോൾ ഡ്രോൺ ടെക്നോളജിയിലാണ്. അഗ്രികൾച്ചർ മേഖലയിൽ ഏകദേശം എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് എത്രത്തോളം ഫെർട്ടിലൈസർ ഒരു സ്ഥലത്ത് ആവശ്യമുണ്ട് എന്നറിഞ്ഞിട്ട് ഡ്രോണിലൂടെ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റബ്ബർ പോലുള്ള മരങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻ, ഇതെല്ലാം അതുപോലെ തന്നെ നമ്മുടെ പാഡി ഫീൽഡ്, ഗോതമ്പ് ഫീൽഡുമായിട്ട് ഇത് ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം ഹാബിറ്റായിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നു. ഫുഡ് പാക്കറ്റ് നമ്മളെപ്പോഴും ഓർഡർ ചെയ്യും, രാവിലെയും വൈകിട്ടും ഒക്കെ. ഒരുപാട് പാക്കറ്റുകൾ ഇപ്പോൾ സൊമാറ്റോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അധികം താമസിയാതെ തന്നെ ഡ്രോൺ ആയിരിക്കും അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുതരുന്നത്, മനുഷ്യരായിരിക്കില്ല. അതുപോലെ ഒരു പക്ഷേ ആൾക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വരെ ഡ്രോൺ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഗവേഷണം നടക്കുകയാണ്. ഏത് രീതിയിൽ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം. അപ്പം ഞാൻ പറയുന്നത് ഡ്രോൺ ടെക്നോളജി ആ രീതി ഭയങ്കരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇപ്പോൾ അത് കരസ്ഥമാക്കുകയും വരുന്ന വർഷങ്ങളിൽ ഒരു സർട്ടിഫിക്കറ്റ് ലെവൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം തുടങ്ങാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ മേഖലയിലേക്ക് കടന്നത്. അതിൻ്റെ ഉദ്ഘാടനമുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്പം മുന്നേ നമ്മളത് മന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റെല്ലാവരും അത് കണ്ടു കഴിഞ്ഞു. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയുള്ള ഏകദേശം പൂർണ്ണമായിട്ടും ഫേസ് 1 ആയിട്ട് നമ്മൾ പേരിട്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഒരു കുട്ടിയുടെ എൻട്രൻസ് തുടങ്ങി എക്സിറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം കൂടെ ഇവിടെ നമ്മൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന് റിലീസിങ് എൻവയോൺമെൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു വലിയ ജോലി നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നമ്മുടെ അഡ്വാൻസ് സെൻറ്റർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ അത് നടത്തി കഴിഞ്ഞു. അതിൻ്റെ എൻവയോൺമെൻറ്റ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ റിലീസ് കൂടെ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നാക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അതായത് നാക്കിന് ശരിക്കും പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഓഡിറ്റ് ആവശ്യമാണ്. അപ്പോൾ അടുത്ത കാലത്ത് നാക്ക് ഒരു നിയമം കൊണ്ടുവന്നു. അതായത് ഒരു നാഷണൽ അക്രഡിറ്റഡ് ബോഡിക്ക് മാത്രമേ ഇനി മുതൽ എൻവയോൺമെൻറ്റ് ഓഡിറ്റ് നടത്താൻ പറ്റൂ. മാത്രമല്ല അതിന് ISO സർട്ടിഫിക്കേഷനും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചത്, അപ്പോൾ പിന്നെ നമുക്ക് തന്നെ അതൊരു ഏജൻസി ആയാൽ എന്താണ് എന്നുള്ള ഒരു ചോദ്യം വരികയും നമ്മുടെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സെൻറ്റർ തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ അത് ഏറ്റെടുക്കുകയും വളരെ വലിയൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയും അങ്ങനെ നമുക്ക് ISO 14001 സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ മാസം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ഇന്ത്യയിലെ ഏത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്ക് ഇനി അത് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ അക്രഡിറ്റഡ് ഏജൻസിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ തീർച്ചയായിട്ടും ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. സൗത്ത് ഇന്ത്യയിൽ എനിക്കറിയില്ല, എൻ്റെ അറിവിൽ വേറെ യൂണിവേഴ്സിറ്റി ഇല്ല. അതും നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നിവിടെ നടക്കുകയാണ്. അതുപോലെ നമ്മുടെ ലോഗോ റിലീസ്, ഫെലിസിറ്റേറ്റിംഗ് ഫോർമർ ഡയറക്ടേഴ്സ് ഓഫ് SES. എനിക്കും ഒരു പക്ഷേ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനും ഒരു
ഫോർമർ ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഫെലിസിറ്റേഷൻ ഓഫ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഡോക്ടർ ആർ സതീഷ് എൻഡോമെൻറ്റ് അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഇന്ന് നടക്കുകയാണ്. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് ആണ്. അദ്ദേഹത്തിനെ ഈ ഒരു വേദിയിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിനെ സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് വെയിറ്റ് ചെയ്തത്. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷത്തിനകം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ്, സോ കോൾ പാരഡൈം ഷിഫ്റ്റ്, അതിൻ്റെ പാരഡൈം എന്നല്ല, അതിനേക്കാൾ വലിയൊരു ഷിഫ്റ്റ്, നമുക്കൊന്നും പരിചയമില്ലാത്ത ഒരു മാറ്റം ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചുക്കാൻ പിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ അത്തരം ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇതിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 വർഷത്തിനകത്ത് വെച്ച് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പല കാര്യങ്ങളും മാറ്റം വന്നു കഴിഞ്ഞു. ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. വളരെ സന്തോഷത്തോടു കൂടി, ആദരവോടുകൂടി നമ്മുടെ ബഹുമാന്യ മന്ത്രിയെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട MP, കോട്ടയത്തിൻ്റെ MP ശ്രീ തോമസ് ചാഴിക്കാടൻ അവർകളാണ്. അദ്ദേഹത്തിനെ ഞാൻ ആദ്യം ക്ഷണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ വരാമെന്ന് ഏൽക്കുകയും, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേ പാർലമെൻറ്റിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് മാറ്റിവെക്കേണ്ട വരാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടെന്ന് ഇങ്ങോട്ട് തന്നെ വിളിച്ച് അദ്ദേഹം അറിയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്നലെയോ മറ്റോ അതിലൊരു മാറ്റം വരികയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേരാം എന്ന് തിരിച്ച് വിളിച്ച് പറയുകയും ചെയ്ത് ഇവിടെ വന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ അദ്ദേഹം വളരെ നമ്മുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ, ഏത് കാര്യത്തിലും അദ്ദേഹം ഇവിടെ എത്താറുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാത്ത ഒരു കാര്യം കൂടെയുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ശക്തമായി വാദിച്ച ഒരു വ്യക്തിയും കൂടാണ് ശ്രീ തോമസ് ചാഴിക്കാടൻ അവർകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സന്തോഷമുണ്ട് അദ്ദേഹം ഇവിടെ വന്നതിൽ. അദ്ദേഹത്തിനെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ MLAയും സിൻഡിക്കേറ്റ് മെമ്പറുമായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, അദ്ദേഹം എത്താമെന്ന് സമ്മതിച്ചതാണ്, ഒരു പക്ഷേ എത്തുമായിരിക്കും. അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് റെജി സക്കറിയാണ്. അദ്ദേഹത്തിനും ഈ ഒരു പക്ഷേ ഓഡിയൻസിൽ ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് അക്കാഡമിക് കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം സമയത്തിന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ആദരവോടും കൂടി അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രാർ ഇവിടെ എത്തിയിട്ടുണ്ട്, പ്രൊഫസർ പ്രകാശ് കുമാർ. നമ്മുടെ എൻവയോൺമെൻറ്റ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ആ ഡ്രോൺ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സ്നേഹത്തോടെ അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പ്രൊഫസർ EV രാമസ്വാമി, അദ്ദേഹം ഫോർമർ ഡയറക്ടർ ആയിരുന്നു, ഫോർമർ ഡീനാണ്. അദ്ദേഹത്തിനെ ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ തന്നെ അലുമിനസ് ആയിട്ടുള്ള മിസ്റ്റർ രഞ്ജൻ മാത്യു വർഗീസ്, അദ്ദേഹം എത്തിയിട്ടുണ്ട്. നമ്മുടെ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അദ്ദേഹത്തിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഡോക്ടർ KP ജോയ്, അദ്ദേഹം ഒരുപക്ഷെ നമ്മളിന്നിവിടെ ഇരിക്കുന്നത്
അദ്ദേഹം എടുത്ത ഒരു ശുഷ്കാന്തി കൊണ്ടാണ്. അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് ഡോക്ടർ KP ജോയിയാണ്. അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൽ 2 പ്രാവശ്യം മെമ്പറായിരുന്നു. അതുപോലെ തന്നെ ഈ മേഖലയിൽ ആദ്യം പറഞ്ഞതുപോലെ 95-ലായിരുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം തുടങ്ങിയത്. അതൊരു സെൽഫ് ഫൈനാൻസിങ് മേഖലയിലായിരുന്നു ആദ്യം. പിന്നെ അതിൻ്റെ ഷേപ്പ് വന്നത് ശരിക്കും 96-97 കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹം ആദ്യകാലത്തെടുത്ത ഒരു പരിശ്രമം കൊണ്ടാണ് ശരിക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉയർന്നു വന്നത്. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി പ്രൊഫസർ AP തോമസ്. അദ്ദേഹം ഇതിൻ്റെ ഫോർമർ ഡയറക്ടർ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഡയറക്ടറാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ഈ കാണുന്ന ബിൽഡിംഗ് ഈ രീതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ കല്ലുകളുടെ ഷേപ്പ് ചോദിച്ചാൽ അദ്ദേഹം പറയും ഏതൊക്കെ ഷേപ്പിലിരിക്കുന്ന കല്ലുകളാണ്, അവിടെ എന്തൊക്കെ ക്വാണ്ടിറ്റി മെറ്റീരിയൽ എന്തൊക്കെ ഉപയോഗിച്ചു എന്ന് വരെ പറയാൻ പറ്റുന്ന ഏക വ്യക്തിയാണ് അദ്ദേഹം. ഒരു വീട് പണിയുന്നതിനേക്കാൾ ശുഷ്കാന്തിയോടുകൂടി പണിഞ്ഞ ഒരു കെട്ടിടമാണിത്. അതുകൊണ്ടാണ് ഈ കെട്ടിടം ഇങ്ങനെ നിലനിൽക്കുന്നത്. അതിനർത്ഥം അദ്ദേഹം വേറെ മേഖലയിലൊന്നും ചെയ്തില്ലെന്നല്ല. അവിടെ തുടങ്ങി ഇതിൻ്റെ അക്കാഡമിക് കാര്യത്തിലും എല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസൻറ്റ് ഡയറക്ടർ ഡോക്ടർ ബൈജു. അദ്ദേഹം ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ ഡീനാണ്. മാത്രമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിനെ ഡീൻ സിൻഡിക്കേറ്റായി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഓർഗനൈസറാണ്. ഫോർമാലിറ്റീസേക്കിന് ഞാൻ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഒട്ടനവധി ആളുകൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പേഴ്സുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഏകദേശം എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ അസോസിയേഷൻസിൻ്റെ, അതായത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് അസോസിയേഷൻ, എല്ലാ അസോസിയേഷൻ്റെ ആൾക്കാരുണ്ട്, ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്. അതുപോലെ തന്നെ ഈ ബിൽഡിങ് ഇങ്ങനെ ഞാൻ നേരത്തെ തോമസ് സാറിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ മറ്റൊരു വ്യക്തി കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. CPWD അന്നത്തെ എൻജിനീയർ ആയിരുന്ന ശ്രീ ശശി, അദ്ദേഹവും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ, സ്റ്റുഡൻസ്, ഒട്ടനവധി പ്രസ്, ഒട്ടനവധി ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് സംസാരിക്കുവാനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Dr. R. Bindu, Honorable Minister of Higher Education, Government of Kerala, Mr. Thomas Charigarden, Honorable Member of Parliament, Professor Aravinda Kumar, Pro Vice Chancellor, Professor Ramasamy, former Director and Dean, Advocate Reggie Shakriya, Member Syndicate, Professor Dr. Prakash Kumar, Registrar of the University, Mr. Ranjan Matthew Varghese, State Director, WWF India Alumnus ACS, Dr. Joy, the Founder Director, Dr. Thomas, the former Director, Professor Pradeep Kumar, Professor Baiju, the present Director, syndicate members, faculty members, my dear students, non-teaching members of the university, dear colleagues, friends. As the Vice Chancellor of Mahatma Gandhi University, I am extremely delighted to have Dr. Bindu and
Mr. Thomas Shajigarden along with us today as part of the Silver Jubilee celebrations of the school. And my best wishes for the Silver Jubilee celebrations. As Professor Aravind Kumar indicated, this school had a very humble beginning in 1995. And 2000, this school has become a statutory department of Mahatma Gandhi University. Thanks to Professor Joy in building up, in starting this school under Mahatma Gandhi University. If you look at the main idea of starting the school is sustainable development, to follow the One Health policy of the United Nations, sticking to the goals of SDG. If you critically review last 25 years of work of this school, the work is remarkable. Pro Vice Chancellor has enumerated very beautifully the work done by this school. Created excellent manpower during the last 25 years, 30 years. We have trained people all over the world who studied here. Excellent laboratory facilities we have developed in the school. Large number of publications in books and journals. Quite a good number of patents. Extension activities, consultancy, large number of international collaborations, international projects. And I would like to thank all the previous directors, Professor Joy, Professor Thomas, Professor Aravind Kumar, Professor Ramasamy. They all have done outstanding work. That is why this school has reached this state. Let me thank all of them. And the present director, Dr. Baiju, is working extremely hard to transform this department, this school, one of the best in the world. Right now, as you know, this school is running 3 MSc program. They have very active PhD program, postdoc program, large number of short-term courses. And this year they started a new MOOC program, disaster management, probably the first time in the state of Kerala. Anybody can join this program. And it is completely on MOOC. And as Aravind Kumar indicated, we have an ISRO-supported remote sensing system. They are running a 5-month program. Today, Honorable Ministry is inaugurating the drone-assisted facility for environmental management, disaster management. They have a fantastic Jivaga laboratory. That is something unique for this department. Safeguarding the ecosystem of the university. They have a Miyawaki forest. And they also have one of the very fine collections of earthworms, thanks to Professor A.P. Thomas. Sometime you should see our earthworm collections. And this school also conducted a large number of international conferences, national conferences, thanks to Professor Aravind Kumar in building up a very big international connectivity with the rest of the world. They have an excellent polar center, and they are very active in running lots of activities in the area of polar studies. And this school has a fantastic library, large number of journals, books, excellent database, online service, extending the facility to all the schools and colleges of the university. And if you look at the major contribution of this school, they're extremely active in the area of water pollution, extremely active in the area of air pollution, extremely active in the area of soil pollution. And they're also looking into sound pollution. They have a mobile bus to monitor the air quality and doing a wonderful service. As Aravind Kumar indicated, they backed so many international projects. The first one was Obama Singh. Followed by, under leadership of Aravind Kumar, we could get a good number of SPAR program. Interacting with a large number of countries. And running several extension programs
in Achinagam program, water management program, cleaning of our river, cleaning of the beach. I remember they had a fantastic program converting water ice and the weed into handicraft. So this school is running a large number of extension program. And they are active in, supporting people when there is a landslide or a flood. So they have excellent interaction with the society. And I'm glad to tell you that faculty members have excellent consultancy program. Consultancy also they are doing extremely well. So dear colleagues and friends, now I received a sort of proposal from the school. Under the school, they want to have 6 departments. I will probably read the department they proposed. Department of Environmental Chemistry, Department of Microbiology and Toxicology, Department of Ecology and Resource Conservation, Department of Biotechnology and Waste Management, Department of Remote Sensing and GIS, Department of Geoscience and Disaster Management. So they propose 6 different departments under the school. I am sure the syndicate meeting or coming days, we will really approve their new plan of, entering into different domains to have deeper studies and research in all these areas. And this is the way, the right way school has to function. Under the school, there should be many departments. So I have a request to the faculty members. Probably Arvind Kumar has mentioned that this department should make a very good vision document for the next 25 years. You should actually interact with the rest of the world, all the stakeholders, alumni, leading academics in the country and abroad, industrialists, and make a vision document. Today morning, I looked at the web. Who are the best in the world in the field of environment? I will read that the number 1 department in the field of environment is Harvard. Second one is Stanford. Third one is Oxford. Oxford University has a very exciting department of environment. The fourth one is ETH Zurich. Fifth one is Wageningen in the Netherlands. Then comes University of California in Berkeley. Then comes Tsinghua University in China, Peking University in China, Imperial College London, Queensland University in Australia. So my humble request to my colleagues of the department, you should have a very good vision document and transform this school, probably one of the best in the world. You should be within 10 in the world, like Harvard or Stanford School of Environmental Sciences. I'm sure university will give you all the support for that. Today we are actually requesting Honorable Minister to have more number of faculty members for this department. I'm sure if you get good number of faculty members, I'm sure this department can excel in the coming years. And I wish all the best and good success and all my best wishes for the Silver Jubilee celebrations. With this few introductory remarks, I welcome our Honorable Education Minister to inaugurate the Silver Jubilee celebrations, to inaugurate the UVA facility and department management system. Thank you so much. താങ്ക് യു സർ. 4 നൂറ്റാണ്ട് പിന്നിട്ട സ്കൂളിൻ്റെ ജൈത്രയാത്രയുടെ ഉയർച്ച താഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരിൽ ഒരാളാണ് പ്രൊഫസർ ഡോക്ടർ EV രാമസ്വാമി സാറിനെ സ്കൂളിൻ്റെ 25 വർഷത്തിൻ്റെ ചരിത്ര താളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Esteemed Vice Chancellor of Mahatma Gandhi University, Honorable Minister for Higher Education, Government of Kerala, Honorable Member of Parliament, Honorable Members of Syndicate, respected Registrar, esteemed Pro Vice Chancellor, and all the dignitaries on and off the dais, invitees, ladies and gentlemen.
It gives me a great pleasure to bring you the 25 years of journey of this department. Pardon me if I repeat some of the points mentioned by our esteemed Pro Vice Chancellor and Vice Chancellor. So I am pleased to present the past journey of the School of Environmental Sciences, which has completed successfully 25 years of its existence. Let's have a quick view of the highlights of this blissful journey. The school was inaugurated on 19th May of 1995 by Professor K.G. Adiodi, then Vice Chancellor of Cochin University of Science and Technology and Vice Chancellor in charge of Mahatma Gandhi University. The name of the school then was School of Environmental Studies. The school started functioning in a very limited space consisting few rooms at CMS College in Kottayam. The laboratories were functioning in the verandas of that building. Under the efficient leadership of Dr. K.P. Joy, the founder director, and Dr. R. Satish, as coordinator of the school, its first batch of master's program known as Masters in Environment Management, MEM, was started in 1996. We shall look at the progress of this department in three chronological phases. First phase starts from 1995 till 2000 year. Masters in Environment Management, that was MEM, and MPhil in Environment Management were the two programs run by the school to begin with. Among these, MEM was run as a self-financing program. Most of the teaching was done by a panel of guest faculty members from different disciplines. Second phase starts from 2000 to 2010. The school now has been recognized as the statutory department of the university in the year 2000. And permanent faculty members were recruited. Accordingly, Dr. A.P. Thomas has joined as professor and director of the school. Dr. R. Satish as reader, Dr. E.V. Ramasamy and Dr. A.A. Mohammed Hatta as lecturers of this department. In 2001, the school has been renamed as School of Environmental Sciences. In the same year, the Masters in Environment Management program has been renamed as Masters in Environment Science and Management. And it became a regular program since then. Till 2002, the school was functioning in the same building with a limited space for laboratories. In spite of this limitation, the school has ventured into the initiation of PhD programs. Even though the labs were functioning in a limited space, the research outputs were remarkable and they have been published in reputed international journals like Bioresource Technology and Water Research, etc. The building also housed a small library exclusively for the school. In April 2002, the school was shifted to a rented building at Gandhi Nagar near Medical College with the 3-floor accommodation. So at this building with more space, Dr. R. Satish has established a new facility of remote sensing and GIS with the support of ISRO and started the certificate program in remote sensing and GIS, which was the first of its kind in a university within Kerala at that time. In 2003, a club was formed among the students of environment science known as Club of Environmental Students. It's abbreviated as CLENS, C-L-E-N-S, was formed with Dr. E.V. Ramasamy as the first president of the club. Since then, the CLENS coordinates all the extracurricular activities of the school, including observing important days of national and international importance like World Environment Day, Ozone Day, World Earth Day, etc. Amidst this such colorful progress, the school has suddenly faced with a vacuum due to the sad demise of one of its active faculty member, Dr. R. Satish, in April 2006. Later, in 2006, the school has started a new program, MSc in Disaster Management. Dr. A.V. George
a faculty member on deputation, joined the school, and he was the coordinator of this disaster management program. More space in the building for the expansion of the laboratories and procurement of new equipment like gas chromatograph has enhanced the research potential of the school, and more PhD scholars have joined and more research papers have emerged out. And as another milestone of the achievement, in 2006, the school has produced its first PhD. Dr. Rema, registered with Dr. R. Satish, was a scholar to receive the first doctorate degree from the School of Environmental Sciences. In February 2008, the school has moved to this new building at MGU University campus, and the same was inaugurated by Dr. D. Purandeswari, then Minister of State for MHRD, Government of India. The new building with 40,000 square feet space has led to an expansion of research infrastructure of the school with the establishment of many laboratories. Subsequently, many research projects were also sanctioned, and the school could mobilize more research grants. With all this progress, the school could perform well by paying equal attention to the following three focal points. One, teaching of its academic programs like MSc, MPhil, and certificate programs. Two, research, mobilization of resources through research projects and consultancy services. And number three, extension activities. So a consultative wing of school has been established, and the revenue generated through this consultancy was pooled into Department Development Fund, which was approved by the university, and the fund is being maintained and audited regularly till today. In 2009, an outreach center named as High Range Environmental Research Center, HERC, was established in Nedungandam. A PG diploma in ecotourism at distance education mode was also started, and the classes were conducted in that HERC building. In March 2009, Dr. A.P. Thomas, then Director Superannuates, and Dr. E.B. Ramasamy, then Reader, becomes the director of the school. A new faculty member, Dr. A.P. Pradeep Kumar, has joined the school as Reader in 2010, and he was coordinating the disaster management program of the school. As a part of extension, the school has established rainwater harvesting tanks at a nearby village, Achinagam, to provide drinking water to many families. The school also conducted several environmental awareness programs for the school as well as college students as a part of its extension activities. The school becomes DST FIST sponsored school with the 90 lakh support in 2010. In 2010, new faculty members were also recruited. Dr. C.T. Aravinda Kumar joined the school as a professor, and Dr. Mahesh Mogan joined as assistant professor. The school has become part of DST PERS program of the university under the leadership of Professor C.T. Aravinda Kumar in 2010. The school could organize for the first time in its history a couple of international conferences, one on climate change and another on advanced oxidation process in 2010. The Board of Studies of the school has revised the syllabus and renamed the MSc Disaster Management program as MSc Environment Science and Disaster Management. Advanced Center of Environmental Studies and Sustainable Development, abbreviated as ACESSD, a center proposed by the school, has been sanctioned as an inter-university center by the state government. It was inaugurated in 2010, and Dr. A.P. Thomas has become the founder director of this center. Third phase, from the year 2011 to 2020. In 2011, Dr. Silas VP has joined as the assistant professor of the school. The school has entered into an international collaborative research projects through the award of Obama Singh 21st Century Knowledge Initiative, an Indo-US collaborative project with a budget outlay of 1.25 crores. As a part of this project, more rainwater harvesting tanks have been established at Achinagam village in collaboration with Brown University, USA, under the scheme of Rainwater for Humanity. As a part of extension activities, the school has conducted energy audit, waste management audit, biodiversity survey in the MG University campus. In appreciation of the biodiversity survey report of the school, MG University has issued an order stating that the School of Environmental Sciences
as the custodian of a small patch of land with rich flora and fauna named as Jivaga Live Laboratory of the school. As a part of World Environment Day celebration in 2010 and 2016, the school, through its club, that is Cleanse, has cleaned up Padiramanal Island by removing the plastic debris and handing over the same for recycling. In 2009, the school has actively participated in Alapura Beach Cleanup, a program as a part of International Coastal Cleanup Day. In 2012, Professor Sitti Aravinda Kumar becomes the director of the school. The school was awarded with Kerala State Council for Science, Technology and Environment SARD support for the instrumental development. During this period, the school has organized many training programs and conferences like National Conference on Sustainable Development, Lake Symposium in association with Indian Institute of Science, Bangalore, Disaster Risk Vulnerability Conference, DRVC conference in that year. The school has been awarded with Spark International Collaborative Program, UGC DO Professorship. The school has signed with an MOU with the National Center for Polar and Ocean Research, Goa, entered into the polar research, and faculty members and students have participated in Indian Arctic Expedition, Indian Scientific Expedition to Southern Ocean and Antarctic waters. The school has become part of many prestigious national network programs, as already mentioned by our Pro-Vice Chancellor. The school has actively participated in the Erudite Scholar in Residence program. At least 6 Nobel laureates and many scholars have visited the school. And Professor Ramasamy became the director of the school for the second term in 2017. And under the presidency of Dr. Silas, the Club of Environment Students has released the very first newsletter of the school, known as Foliage, in 2017 with Dr. Mahesh as the editor. Another outreach center, Vembanad Environment Research Center, was established in Kumaragam. These 2 outreach centers were established to expand the environmental research activities beyond the campus, to take the research activities outside the campus. The High Range Environment Center to focus on Western Ghats, Vembanad Research Center to focus on Vembanad Lake, a Ramsar site in Kerala. So a new faculty member, Dr. Baiju K.R., joined the school as associate professor. In 2018, he became the director of the school in 2020, and the school has increased the students intake, including admission of foreign students. So during the entire 25 years, the school has been well commended by the NAC assessment reports in 2003, 10 and 2017. The school laboratory has been approved by the Kerala State Pollution Control Board. After a blissful journey of 25 years in which the school has focused on its attention on mainly strengthening of its teaching and development infrastructure, and earned the name as one of the best environment science department in the nation. The school is now in a transition phase, aiming to fly high with the introduction of new programs and through establishment of exclusive centers and departments of specialized areas. For example, in 2022, a new MSc program in applied geology has been introduced. Establishment of an exclusive center for strengthening the consultancy and environmental auditing is on the anvil. It is also envisaged to get NABL accreditation in future. Hence, to indicate the transition phase of the school, the Silver Jubilee celebration has been named as ECOTONE, which means a transition zone. At this auspicious occasion of ECOTONE, on behalf of the school, I acknowledge the service of and support from all the former and present teachers, directors, entire student community, both present and past. Lastly, the non-teaching staff of the school and the entire university administration for their support extended to this long journey of 25 years. With all your support and blessings, which will be the fuel for the onward journey of the school, I wish a smooth forward journey towards the Golden Jubilee year and fulfill all the goals. Yes, a long way to go, of course, with all your supports. Thank you. താങ്ക് യു സർ. സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസസിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
എൻവയറമെൻറ്റൽ സയൻസസിൻ്റെ മറ്റൊരു നാഴികക്കല്ലിന് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാല പഠന വകുപ്പുകളിൽ ബഹുമാന്യനായ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ്, സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ CT അരവിന്ദകുമാർ, 25 വർഷക്കാലത്തെ സ്കൂളിൻ്റെ യാത്രയെ വിശദമായി അവതരിപ്പിച്ച ബഹുമാന്യനായ ഫോർമർ ഡയറക്ടർ പ്രൊഫസർ EV രാമസ്വാമി, വേദിയിൽ സന്നിഹിതനായ ഏറ്റവും ബഹുമാന്യനായ MP ശ്രീ തോമസ് ചാഴിക്കാടൻ, സിൻഡിക്കേറ്റ് മെമ്പർ ബഹുമാന്യനായ അഡ്വക്കേറ്റ് റെജി സഖറിയ, പ്രൊഫസർ ഡോക്ടർ പ്രകാശ് കുമാർ രജിസ്ട്രാർ, ശ്രീ രഞ്ജൻ മാത്യു വർഗീസ്, ഡോക്ടർ KP ജോയ്, ഡോക്ടർ AP തോമസ്, പ്രൊഫസർ AP പ്രദീപ് കുമാർ, പ്രൊഫസർ ഡോക്ടർ ബൈജു KR, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സവിശേഷ അഭിമാനമായ സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിൻ്റെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഏറ്റവും സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം അറിയിക്കുന്നു. സർവകലാശാല ഏറ്റവും പുത്തൻ വിദ്യാഭ്യാസ സമീപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ വൈജ്ഞാനിക മേഖലകളിലെ ജൈത്രയാത്ര ഏറ്റവും സജീവമായി തുടരുകയും ടൈംസ് റാങ്കിങ്ങിൽ 400 മുതൽ 500 വരെയുള്ള ബാൻഡിൽ ഇടം പിടിക്കുകയും ചെയ്ത ഈ അഭിമാന സന്ദർഭത്തിൽ സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിൻ്റെ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് ദേശീയവും അന്തർദേശീയവുമായ നോളജ് ട്രാൻസാക്ഷന് വേദിയൊരുക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സർവകലാശാലയുടെ മതിൽക്കെട്ടിന് പുറത്തെ സമൂഹത്തിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്ന നാനാമുഖമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തം കൂടി അക്കാദമിക് സമൂഹത്തിനുണ്ട് എന്ന തെളിമയാർന്ന കാഴ്ചപ്പാടാണ് ഇന്ന് നാം ഉയർത്തിപ്പിടിക്കുന്നത്. നോളജ് ട്രാൻസ്ലേഷൻ എന്നുള്ളതിന് സജീവമായ ഊന്നൽ നൽകിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങൾക്കപ്പുറം ജനതയുടെ ജീവിത നിലവാര വർധനവിനും നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണത്തിനുമൊക്കെ സംഭാവന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സമൂഹത്തിന് പ്രയോജനപ്രദമായ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അക്കാദമിക് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഗവേഷണ സമീപനങ്ങളാണ് ഇന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല വളരെ കൃത്യമായിട്ട് ആ കാഴ്ചപ്പാട് ഒപ്പിയെടുത്തുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഗവേഷണാത്മകമായിട്ടുള്ള പഠനങ്ങളെ ജനങ്ങൾക്കു വേണ്ടി, സമൂഹത്തിനു വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പരിശോധിക്കുന്ന ഒരു സർവകലാശാലയാണ്. പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാതിരിക്കാൻ തരമില്ല. സ്വാർത്ഥ ലാഭപ്രേരിതമായിട്ടുള്ള മനുഷ്യരുടെ വികസന കാഴ്ചപ്പാടുകൾ ഇന്ന് പാരിസ്ഥിതികമായ ഏറെ ആഘാതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു കാലത്ത് പരിസ്ഥിതി പഠനത്തിന് അനുദിനം പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് 40,000-ഓളം ജീവനുകൾ അപഹരിച്ച തുർക്കിയിലെ ഭൂകമ്പം നാം കണ്ടത്. 2018 പ്രളയത്തിൻ്റെ മുറിവുകൾ ഇനിയും ഉണക്കാൻ നമുക്കും ആയിട്ടില്ല. ഒരക്ഷയഖനിയായിട്ടുള്ള പ്രകൃതിയുടെ മേലെ മനുഷ്യർ ഏൽപ്പിക്കുന്ന ഈ ആഘാതങ്ങൾ വലിയ തിരിച്ചടികളായിട്ട് നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഡംബര വാഹനങ്ങളിൽ നിന്നും എയർ കണ്ടീഷണറുകളിൽ നിന്നുമൊക്കെ പുറന്തള്ളുന്ന കാർബൺ വികിരണങ്ങൾ ഭൂമിയുടെ സംരക്ഷണ കവചമായ ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തുന്നത് നിമിത്തമുണ്ടാകുന്ന ഗ്ലോബൽ വാർമിങ്ങും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ
മനുഷ്യരുടെ ഋതുചക്രങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്. ഇവിടെ അത്തരം കാര്യങ്ങളിൽ ഗഹനവും ഗൗരവപൂർണവുമായിട്ടുള്ള പഠനങ്ങൾ നടത്തി മനുഷ്യരാശിക്ക് സമാധാനം പകരുന്ന സൊല്യൂഷൻസ് നിർദ്ദേശിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കാകുമെങ്കിൽ അത് ഏറ്റവും പ്രശംസനീയമായ കാര്യമാണ്. അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും സ്വീകാര്യമായതും ഏറ്റവും വേണ്ടതായിട്ടുള്ളതുമായ കാര്യമെന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയുകയാണ്. ഇവിടെ പോളാർ സ്റ്റഡീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷമാണ് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത്. ആ സെൻറ്റർ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുകയാണ്. ആർട്ടിക്, അന്റാർട്ടിക്, പോളാർ പ്രദേശങ്ങളിൽ തീവ്രമായിട്ടുള്ള സൂര്യരശ്മികളേറ്റ് മഞ്ഞുരുകി വെള്ളം പൊങ്ങുന്ന പ്രശ്നവും വലിയ രീതിയിൽ നേരിടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതുപോലെ ആസ്ട്രേലിയൻ കാടുകളിലെ കാട്ടുതീ ഇത്യാദി ഒരുപാട് പ്രശ്നങ്ങൾ, ആമസോൺ കാടുകളുടെ പ്രശ്നം, അങ്ങനെ നിരവധിയായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഭൂമിയെ ആകെ ഉലച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഉയർന്നു വരുമ്പോൾ അതിൻ്റെ സവിശേഷ തലങ്ങളെ പഠിച്ചുകൊണ്ട് പാരിസ്ഥിതിക സൗഹാർദ്ദപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെയധികം സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ചെറിയ ചെറിയ പരിഹാര നിർദ്ദേശങ്ങളിലൂടെ തന്നെ ഈ രംഗത്ത് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. സൗരോർജം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ പ്രവർത്തന രീതികൾ ഊർജ മേഖലയിൽ കൊണ്ടുവരുന്നത് തന്നെ വലിയ ഒരു ബദലായി മാറുകയാണ്. കൊച്ചു കൊച്ചു ഉപകരണങ്ങളായിക്കോട്ടെ, അത് തന്നെ വലിയ മാറ്റമാണ് മനുഷ്യജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. മാറിയ ജീവിത സാഹചര്യങ്ങളിൽ ഏറെ ഉപയുക്തമാകുന്ന ഒന്ന്. സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം വിസ്മയകരമായ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു കാലത്ത് ആ സാങ്കേതിക വിദ്യയെ നമ്മുടെ അക്കാദമിക് മേഖലയിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളത് ഭാവനാപൂർണമായ ഒരു കാര്യമാണ്. അത്യാവശ്യം പണവും വേണ്ട കാര്യമാണ്. ഒരു കാര്യം നിങ്ങളുടെ മുൻപാകെ ഞാൻ പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ സർക്കാർ അക്കാദമിക് മേഖലയ്ക്ക് സാമ്പത്തികമായ പിന്തുണ നൽകുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ സജീവമായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബജറ്റിൻ്റെ ഭാഗമായിട്ട് 1000 കോടിയിൽ പരം രൂപയാണ് വിന്യസിച്ചിരുന്നത്. ഇത്തവണ അത് 1500 കോടിയിൽ പരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇൻക്യുബേഷൻ സെൻ്ററുകളും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകളുമെല്ലാം സർവകലാശാലകളിലും ഇതര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ നൂതന ആശയങ്ങൾ അടവച്ച് വിരിയിച്ച് അവയ്ക്ക് ജീവൻ നൽകാൻ കെൽപ്പുള്ള കേന്ദ്രങ്ങളായിട്ട് ഇൻക്യുബേറ്ററുകളും അതുപോലെ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകളുമൊക്കെ മാറണമെന്ന് സർക്കാർ അഭിലഷിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല ഈ ദിശയിൽ ബഹുമാന്യനായ വൈസ് ചാൻസലറുടെയും PVCയുടെയും ഒക്കെ നേതൃത്വത്തിൽ അക്കാദമിക രംഗത്ത് എക്സലൻസ് തന്നെ ഉയർത്തിപ്പിടിക്കുന്ന നേതൃത്വത്തിൽ വളരെ നല്ല നിലയിൽ തന്നെ സർവകലാശാല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട് പ്രത്യാശയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ സർവകലാശാല ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അതിന് ഒട്ടനവധി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവുമൊക്കെ മനുഷ്യരാശിയെ വീർപ്പുമുട്ടിക്കുന്ന ഒരു സന്ദർഭത്തിൽ സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിൽ നിന്ന് അതിനൊക്കെ ശാന്തി പകരാവുന്ന ഉത്തരങ്ങൾ കിട്ടട്ടെ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് നിർദ്ദേശിക്കാൻ കെൽപ്പുള്ള പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ, ഗവേഷകർ ഈ കേന്ദ്രത്തിൽ ഇനിയും തങ്ങളുടെ പരമാവധി പ്രയത്നത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ഡ്രോൺ ടെക്നോളജിയെക്കുറിച്ച് അത് ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബഹുമാന്യനായ PVC ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഒരു യന്ത്രശലഭമാണത് അല്ലേ? അത് ഇങ്ങനെ മൂളിക്കൊണ്ട് പറക്കുമ്പോൾ ഒരു ശലഭം പോകുന്നത് പോലെയാണ് തോന്നുക. അങ്ങനെ ആ യന്ത്രശലഭം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിൽ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഗുണകരമായൊരു അട്ടിമറി നടക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു മാം.
സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിൻ്റെ മറ്റൊരു നാഴികക്കല്ലിന് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാല പഠന വകുപ്പുകളിൽ ആദ്യമായാണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോൺ സാങ്കേതികവിദ്യ സാധ്യമാക്കുന്നത്. ഡ്രോൺ ഫെസിലിറ്റിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ സാദരം ക്ഷണിക്കുന്നു. Dr. R. Satish Center for Remote Sensing and GIS, the first of its kind in a university in Kerala, is established by the university as a center of excellence in the field of remote sensing and GIS applications, with technical and financial support from the Indian Space Research Organisation, Department of Space, Government of India. The facility has inaugurated by Dr. G. Madhavan Nair, former chairman, ISRO, on March 15, 2003. Under the Phase 1 funding of Annual Plan 2022-23, Government of Kerala for establishment of Advanced Geoinformatics Facility for Environment and Disaster Management, School of Environmental Sciences has procured unmanned aerial vehicle which has wider sector applications in the field of assessment of environmental impact assessment of mining, geological explorations in the inaccessible terrains, broad spectrum application in the field of agriculture for crop productivity and damage assessment, nano-fertilizer applications, infrastructure management and wider applications in the environmental sector. Also, procured a total station which is an electro-optical instrument used for surveying. It is an electronic transit theodolite integrated with electronic distance measurement to measure both vertical and horizontal angles and the slope distance from the instrument to a particular point. Also, under the scheme, the base and rover of Differential Global Positioning System, which is a satellite-based system where errors in global positioning system are accurately calculated at a fixed survey point and then transmitted. സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ പേരിലുള്ള സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസിനെയും ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെയും ക്ഷണിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ ആദ്യമായാണ് ഒരു സർവകലാശാലയ്ക്ക് ISO 14001:2015 എൻവയൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം EMS ലഭിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. In view of the emerging cause towards environmental degradation, NAC, an autonomous body under UGC, has included environmental audit in the accreditation methodology of colleges and universities. ISO 14001:2015 സമർപ്പിക്കപ്പെട്ട എൻവയൺമെൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട MP ശ്രീ തോമസ് ചാഴിക്കാടിനെയും ഏറ്റുവാങ്ങുന്നതിനായി എത്രയും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി ISO സർട്ടിഫിക്കറ്റ് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട MP ശ്രീ തോമസ് ചാഴിക്കാടിനെയും ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസിനെയും ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് സർ, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ്കുമാർ, സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിൻ്റെ
സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയയായ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകൾ, ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ ഇ വി രാമസ്വാമി, ബഹുമാനായ സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് റെജി സക്കറിയ, ബഹുമാനായ രജിസ്ട്രാർ ഡോക്ടർ പ്രകാശ് കുമാർ, ബഹുമാനായ ശ്രീ രഞ്ജൻ മാത്യു വർഗീസ്, മുൻ ഫൗണ്ടർ ഡയറക്ടർ ബഹുമാനായ ഡോക്ടർ കെ പി ജോയ്, മുൻ ഡയറക്ടർ ഡോക്ടർ എ പി തോമസ്, ഫോർമർ ഫാക്കൽറ്റി മെമ്പർ SES പ്രൊഫസർ എ പി പ്രദീപ് കുമാർ, ഇപ്പോഴത്തെ ഡയറക്ടർ ഡോക്ടർ ബൈജു, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സഹോദരീ സഹോദരന്മാരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പരിസ്ഥിതി പ്രശ്നത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളെക്കുറിച്ച് പഠനം നടത്തുവാനും മനുഷ്യരാശിക്ക് പ്രയോജനകരമായി ആ പഠനങ്ങളെ മാറ്റുവാനും ശ്രമിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1995-ൽ ബഹുമാനായ ഡോക്ടർ കെ പി ജോയിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ലോകം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്ന് വളരെ കൂലങ്കഷമായി പഠിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നൊരു ഗവേഷണ ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ബഹുമാനായ വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറും സൂചിപ്പിച്ചതുപോലെ ഇവിടെ നടക്കുന്ന പഠനങ്ങളെ സമൂഹത്തിന് പ്രയോജനകരമായി എങ്ങനെ മാറ്റാം എന്നത്, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ പ്രാദേശിക തലത്തിൽ തന്നെ എത്രയോ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. അച്ചിനകത്ത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന്, അവിടുത്തെ സാമൂഹ്യമായ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ ഈ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിന് സാധ്യമായി എന്നത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ പടിഞ്ഞാറൻ മേഖലകളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആഫ്രിക്കൻ പായലിൻ്റെയും പോളയുടെയും ശല്യം. ആ ആഫ്രിക്കൻ പായലും പോളയും ഗുണകരമാക്കി മാറ്റി ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഗവേഷണം നടത്താൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞു എന്നതും തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. ആഗോളതലത്തിൽ വലിയ ചർച്ച നടക്കുന്ന ഈ അവസരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മുമ്പോട്ടുള്ള പ്രയാണം കൂടുതൽ മനുഷ്യരാശിക്ക് പ്രയോജനകരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. മറ്റൊരു ചടങ്ങ് 5 മണിക്ക് കോട്ടയത്ത് ആരംഭിക്കുന്നതായിരുന്നു. അതിന് പോകാൻ അനുവദിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസിനെയും ഏറ്റുവാങ്ങുന്നതിനായി ആദരണീയനായ MP ശ്രീ തോമസ് ചാഴിക്കാടിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ലോഗോ അനാവരണം ചെയ്യുന്നതിനും ആശംസ അർപ്പിച്ചു സംസാരിക്കുന്നതിനുമായി MGU യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സക്കറിയയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ്, സ്വാഗതം ആശംസിച്ച പ്രോ വൈസ് ചാൻസലർ CT അരവിന്ദകുമാർ സാർ, ഏറ്റവും ബഹുമാനായ നമ്മുടെ MP ശ്രീ തോമസ് ചാഴിക്കാടൻ,
ഏറ്റവും ബഹുമാനപ്പെട്ട പ്രകാശ് കുമാർ സാറ്, രഞ്ജൻ മാത്യു വർഗീസ് സാർ, ഇ വി രാമസ്വാമി സാർ, ഞങ്ങളുടെയൊക്കെ ഏറ്റവും ആദരണീയനായ ഡോക്ടർ കെ പി ജോയ് സാർ, ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ എ പി തോമസ് സാർ, ബഹുമാനായ എ പി പ്രദീപ് കുമാർ സാർ, ഡയറക്ടർ പ്രിയപ്പെട്ട ബൈജു സാർ, സദസ്സിലുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, അനധ്യാപകരെ, പരീക്ഷാ കൺട്രോളർ, സിൻഡിക്കേറ്റ് അംഗം പ്രിയപ്പെട്ട സുധാകരൻ സാർ അടക്കമുള്ള ബഹുമാന്യരെ, ഏറ്റവും സന്തോഷകരമാണ് 25 വർഷം സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ നമ്മുടെ സർവകലാശാലയുടെ അഭിമാനകരമായ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിജയകരമായ ജൈത്രയാത്ര. അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉന്നതിയിലേക്ക് അതിവേഗം പിടിച്ചുയർത്തുന്ന ആരാധ്യയായ ബിന്ദു മിനിസ്റ്റർ നിർവഹിച്ചു. ഏറെ സന്തോഷത്തോടുകൂടി ഇതിൻ്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയത്തിന് പിന്നിൽ നിസ്വാർത്ഥമായി പരിശ്രമിക്കുന്ന അമരക്കാരൻ്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസ് ആരംഭിക്കുമ്പോൾ ഡോക്ടർ കെ പി ജോയ് സർ ആയിരുന്നു ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയ പ്രവർത്തനങ്ങളാണ് സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായത്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ പരിസ്ഥിതി ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിക്കുന്നതിന് അദ്ദേഹം ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഡോക്ടർ കെ പി ജോയ് സാറിനെ ആദരിക്കാൻ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. നമ്മുടെ സ്കൂൾ 25 വർഷം വിജയകരമായി പൂർത്തീകരിച്ച ഈ വേളയിൽ നമ്മളോടൊപ്പം നിന്ന് നമ്മെ മുന്നോട്ട് നയിച്ച സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസിൻ്റെ അമരക്കാരായ മുൻ ഡയറക്ടർമാരുടെ പങ്ക് വിലമതിക്കാൻ ആവാത്തതാണ്. ഈ അവസരത്തിൽ മുൻപ് നമ്മെ നയിച്ച എല്ലാ ഡയറക്ടർമാരെയും ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് സാറിനെ ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങുന്നതിനായി ആദ്യമായി പ്രൊഫസർ ഡോക്ടർ എ പി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നതിനായി പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു.
അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നതിനായി പ്രൊഫസർ ഡോക്ടർ ഇ വി രാമസ്വാമി സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ഓൾ. ഗുരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ്. സ്കൂളിൻ്റെ ഇത്രയും കാലത്തെ വിജയകരമായ യാത്രയിൽ അധ്യാപകരുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ഈ വേളയിൽ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി അധ്യാപകരെ ഓരോരുത്തരെയായി ക്ഷണിക്കുന്നു. ഡോക്ടർ അമ്പിളി ചന്ദ്രൻ.
T. Suresh. Dr. P. Padma. Dr. Joyce Joseph. Dr. C. Krishnakumar. Dr. Ramesh George. Thank you all. അടുത്തതായി ഡോക്ടർ ആർ സതീഷ് എൻഡോമെന്റ് അവാർഡ് വിതരണമാണ്. അതിനു മുമ്പായി സാറിന്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. Dr. R. Satish Endowment Award for the Best Academic Performer of the Master's Program of the School of Environmental Sciences. This award has been instituted in fond memory of late Dr. R. Satish, former faculty member of the School of Environmental Sciences. He was the one who has associated with the school right from the dawn of its academic programs. He was the one who drafted the initial curriculum as well as syllabus of the Masters as well as the MPhil programs and coordinated these programs very smoothly. His active involvement in the progress as well as shaping of the school is evident from many of the remarkable achievements of the school during 2000 till his sad demise in 2006. For example, starting of the remote sensing and GIS certificate program with the support of ISRO was the first of its kind program in a university in Kerala. Similarly, he was the convener of 13th National Space Science Symposium, a massive gathering of 400 scientists across the country organized successfully in 2004. He was also closely associated with the planning and construction of the new building in which the school is functioning now. In recognition of his dedicated services, Mahatma Gandhi University has named the Remote Sensing and GIS Center of the school as Dr. R. Satish Center for Remote Sensing and GIS. Now, the school, in fond memory of Dr. R. Satish, is honored to institute this award named after him for the outgoing student with top score in MSc Environment Science and Management as well as MSc Environment Science and Disaster Management programs. These awards were initiated in the Silver Jubilee year of 2020 and given to every batch of MSc students admitted from the Silver Jubilee year of 2020 onwards. അടുത്തതായി അവാർഡ് വിതരണം ചെയ്യുന്നതിനായി MG യൂണിവേഴ്സിറ്റിയുടെ ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ പ്രകാശ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. Dr. R. Satish Endowment Award 2021. MSc Environmental Science and Management, Miss Swati Krishna.
MSc Environment പെട്ട രജിസ്ട്രാർ ഡോക്ടർ പ്രകാശ് കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Respected members on and on of the dais, dear students, it's extremely a happy moment to be standing here when you're celebrating your silver jubilee, and this becomes all the more important with the present education system that has come up, where environmental sciences plays a very important role, not just in disseminating information but in meeting the sustainable development goals that have been mentioned by the UNESCO in its march towards the golden jubilee and its march towards the future. I wish this school the very best and hope to see that very soon when NAC gives the departmental gradations, the School of Environment Science comes with a A++ on its own by itself. Thank you so much for inviting me here today, and thanks for giving me an occasion to be with you. Thank you so much. താങ്ക് യു സർ. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ സയൻറ്റിസ്റ്റ്, അക്കാഡമീഷ്യൻസ്, എൻവയൺമെൻറ്റൽ മാനേജേഴ്സ് എന്നീ നിലകളിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ശാസ്ത്ര ശാഖയിൽ വിലപ്പെട്ട സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. അവരിൽ ഇന്ന് കേരളത്തിൽ വളരെ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നവരിൽ ഒരാളാണ് ശ്രീ രഞ്ജൻ മാത്യു വർഗീസ്. WWFിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറായ ശ്രീ രഞ്ജൻ മാത്യു വർഗീസിനെ സ്പെഷ്യൽ അഡ്രസ്സിനായി ക്ഷണിക്കുന്നു. Honorable Vice Chancellor, Honorable Pro Vice Chancellor, Registrar, Dr. K.P. Joy, Dr. A.P. Thomas, Dr. Ramaswamy, Dr. Baiju, and all the other dignitaries on the dais and off the dais, dear students and teachers. ഞാൻ 1998-2000 സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസ് എനിക്ക് തോന്നുന്നു സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ അവസാന ബാച്ച് സ്റ്റുഡൻ്റാണ്. ആദ്യം ഇവിടെ സംസാരിച്ചതുപോലെ സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സ്റ്റഡീസിന് വളരെ ഹമ്പിൾ ബിഗിനിങ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. 25 വർഷം പിന്നിടുന്ന സ്കൂൾ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസിന് എൻ്റെയും എൻ്റെ 2 ബാച്ച്മേറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് എൻവയൺമെൻറ്റിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ജോജോ ആൻഡ് അമൃത യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരിക്കുന്ന സ്മിതാ ചന്ദ്രൻ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ബാച്ചിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങൾക്ക് 3 പേർക്ക്, ഞങ്ങൾ 13 പേരായിരുന്നു ആ ബാച്ചിൽ. അതിൽ ഏകദേശം 1/4 ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷവും വളരെ അഭിമാനവും ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഹമ്പിൾ ബിഗിനിങ്ങിൽ ഞങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റ് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാം തന്നെ ഇന്നും ഇന്നലെയായിട്ട് പ്രത്യേകിച്ച് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പം 1998-2000 ബാച്ചിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ ഇവിടെ 25 വർഷം പിന്നിടുന്ന സിൽവർ ജൂബിലി സെലിബ്രേഷൻസ് ആഘോഷിക്കുന്ന
സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസസിനുള്ള ആശംസകൾ, അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഓണററി ഡയറക്ടറായിരുന്ന കെ പി ജോയ് സാർ ഇവിടെയുണ്ട്. സാറുമായിട്ട് ഈ ഒരു വേദിയിൽ ആയിരിക്കുവാൻ ഇടയായാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് 4 ഫാക്കൽറ്റിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് ഇവിടെയുണ്ട്. ബിന്ദു മാഡം ഇവിടെയുണ്ട്, അജയ്കുമാർ സാർ ഇവിടെയുണ്ട്. വേറെ ഒരു ഫാക്കൽറ്റി അജയ് കൃഷ്ണ പിള്ള സാറായിരുന്നു. സാറ് പെട്ടെന്ന് തന്നെ രോഗത്തിൻ്റെ പ്രശ്നത്താൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയുണ്ടായി. അജയ് കൃഷ്ണപിള്ള സാറിനെ ഈ സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഇപ്പോൾ വിദേശത്ത് സെറ്റിലായിരിക്കുന്ന ബാലേന്ദ്രൻ സാറായിരുന്നു വേറെ ഞങ്ങളുടെയുള്ള ഒരു ഫാക്കൽറ്റി. അപ്പോൾ ഞങ്ങൾക്ക് 4 ഫാക്കൽറ്റി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ I was thinking limited manpower and infrastructure was a blessing for us students because Sadish sir brought people from all across Kerala to us. കേരളത്തിൻ്റെ അനേക സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അനേക എക്സ്പേർട്സിനെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടും അവരുമായിട്ട് അവരുടെ എക്സ്പെർട്ടൈസ്, അവരുടെ അനുഭവങ്ങൾ, അവരെവിടെ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനങ്ങളുമായിട്ടൊക്കെയുള്ളൊരു ബന്ധം, ഇതൊക്കെ രൂപീകരിക്കുവാനായിട്ട് ആ ബാച്ചിൽ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ഞങ്ങളുടെ എല്ലാം ആയിരുന്ന സതീഷ് സാറ് ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എല്ലാ ബഹുമാനങ്ങളും ഈ സമയത്ത് സാറിൻ്റെ പേരിലും ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് തന്നെ അനേക ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പോയി വിസിറ്റ് ചെയ്യാൻ, അവരുടെ ലാബ്സ് യൂസ് ചെയ്യാൻ, അതുപോലെ ആ കാലയളവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെൽഫ് ഫിനാൻസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു നോർമൽ റെഗുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളൊരു ട്രാൻസിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഇല്ലായിരുന്നു. MSc ഞങ്ങൾ ബാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സതീഷ് സാറിനും ഞങ്ങളുടെ ഫാക്കൽറ്റിക്കും എല്ലാം ഞങ്ങളുടെ 13 കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. MPhil ഇല്ല, PhD ഇല്ല, വേറെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുൾ പൊട്ടുമ്പോൾ സീതത്തോടിലേക്ക് ഓടുക, അല്ലെങ്കിൽ മലിനീകരണത്തിൻ്റെ കാര്യത്തിലേക്ക് ചാലിയാറിൻ്റെ പഠനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഖനനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തോന്നയ്ക്കൽ പോവുക, അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങി നിൽക്കുവാനായിട്ടും ആ ഫീൽഡ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുവാനായിട്ട് ആ കാലയളവിൽ ഞങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാത്തൊരു എൻഗേജ്മെൻറ്റിൽ വരുമ്പോഴാണ് സതീഷ് സാർ പറയും സെൻട്രൽ ലൈബ്രറിയിലേക്ക് പോയിക്കോളാൻ പറയും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഈ ക്യാമ്പസിലേക്ക് ആയിരുന്നത്. ഈ ക്യാമ്പസുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. സ്കൂൾ CMS കോളേജിൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു വളരെ പരിസ്ഥിതിക്കിണങ്ങുന്ന ഒരു ഓൾഡ് ഹോസ്റ്റൽ ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങളുടെ കോഴ്സ് മുഴുവൻ. അപ്പം ഈ ഒരു ക്യാമ്പസിലേക്ക് ഞങ്ങൾ വരുന്നത് ഗസ്റ്റ് ഫാക്കൽറ്റി ഇല്ല, അല്ലെങ്കിൽ വേറെ ഫീൽഡ് സ്റ്റഡീസ് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ സതീഷ് സാർ പറയുമായിരുന്നു നിങ്ങൾ ഇന്ന് MG യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ലൈബ്രറിയിലേക്ക് പോയിക്കോളാൻ പറയും. അപ്പോൾ രാവിലെ അവിടുന്ന് ബസ് കയറി ഇവിടെ വരും, വൈകിട്ട് വരെ ഇവിടെ സമയം ചിലവഴിച്ചാൽ ഞങ്ങൾ തിരിച്ചു പോകും. അങ്ങനെ ലൈബ്രറി ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ ഒരു അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ വാട്ട് ഐ വുഡ് സേ വാസ് ദാറ്റ് ദ ലിമിറ്റഡ് മാൻ പവർ ആൻഡ് ദ ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ദെൻ വാസ് എ ബിഗ് ബ്ലെസ്സിങ് ടു അസ്. ഞാനിപ്പം WWF വർക്ക് ചെയ്യുന്നു, ജോജോ ഏട്രിയിലാണ്, സ്മിത അമൃത യൂണിവേഴ്സിറ്റിയിലാണ്. ഞങ്ങളാക്കിയത് ഈ സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസസും വലിയൊരു പങ്ക് KP ജോയ് സാറും ഡോക്ടർ സതീഷും പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്ന് വളരെ അഭിമാനത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞ 25 വർഷം തിരിഞ്ഞു നോക്കുമ്പം പറയുവാനായിട്ട് സാധിക്കുന്നു. ഡോക്ടർ സതീഷ് ആ സമയത്ത് ഞങ്ങൾക്ക് തന്ന ആ ഒരു വലിയ ഊർജം, വലിയൊരു നല്ല സ്ട്രോങ് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴും പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയുവാനായിട്ട് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ബാച്ച്മേറ്റ് ബീനമോൾ തോമസും അകാലത്തിൽ ഇവിടെ നിന്ന് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുവാനായിട്ട് ഇടയുണ്ടായി. ബീനയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ ആ സമയത്ത് വിദ്യാർത്ഥികളായിരുന്നപ്പോഴായിരുന്നു MG യൂണിവേഴ്സിറ്റി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസിൻ്റെ നാഷണൽ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്ത്. അത് ഞങ്ങൾക്കൊക്കെ ഓർഗനൈസിങ് കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. MSc സ്റ്റുഡൻസ് ആയിരുന്ന ഞങ്ങൾക്ക് അത്രയും വലിയ നാഷണൽ ലെവലിലുള്ളൊരു ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസിൻ്റെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുവാനായിട്ടുള്ള, അതുപോലെ CWRDMൻ്റെ അനേക സെമിനാറുകൾ, അങ്ങനെ പല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളിൽ കൂടെ തന്നെ ഞങ്ങളുടെ ആ ബാച്ചിനുണ്ടായ ഒരു വലിയ ഗുണം 13 പേരിൽ ഭൂരിഭാഗം പേരും ഫൈനൽ പ്രോജക്റ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ കിട്ടുവാനായിട്ട് ഇടയായി എന്നുള്ള ഒരു വലിയൊരു ഗുണവും ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസസ് ഞങ്ങൾക്ക് തന്നെ ആ ഒരു വലിയൊരു അടിത്തറയും വലിയ ആ ഒരു എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും എല്ലാം
അതിലാണ് ഞങ്ങളിപ്പോഴും അടിയുറച്ച് നിൽക്കുന്നത്. ഞങ്ങളുടെ ഗുരുജനങ്ങളെയെല്ലാം ഈ സമയത്ത് വളരെ സ്നേഹത്തോടുകൂടി ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസസിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഫൗണ്ടർ ഡയറക്ടറായ ഡോക്ടർ KP ജോയ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനും ആദരണീയനുമായ പ്രിയപ്പെട്ട സാബു തോമസ് സാർ, ഓണറബിൾ വൈസ് ചാൻസലർ, പ്രിയപ്പെട്ട അരവിന്ദ് കുമാർ, എൻ്റെ അടുത്ത സുഹൃത്ത്, ഡോക്ടർ EV രാമസ്വാമി, ഡോക്ടർ പ്രസന്നകുമാർ, ഡോക്ടർ AP തോമസ്, പ്രിയപ്പെട്ട രഞ്ജൻ മാത്യു, പ്രൊഫസർ പ്രദീപ് കുമാർ, പ്രൊഫസർ ഡോക്ടർ ബിജു. ജീവിതത്തിലെ എല്ലാ വലിയ കാര്യങ്ങൾക്കും ഒരു ചെറിയ തുടക്കമുണ്ട്. എൻവയോൺമെൻ്റൽ സ്റ്റഡീസ് അങ്ങനെയാണ് തുടങ്ങിയത്. 1994 അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ A സുകുമാരൻ നായർ സാർ, അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും ഒരു എൻവയോൺമെൻ്റൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങണമെന്നുള്ളത്. അന്ന് ഞാൻ ഈ പരിസ്ഥിതി മേഖലയിൽ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്കോ ഫ്രട്ടേണിറ്റി ഓഫ് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100-ൽ പരം സെമിനാറുകളും വർക്ക്ഷോപ്പുകളും നടത്തിക്കൊണ്ടിരുന്ന കാര്യം അന്ന് വലിയ വാർത്തയായിരുന്നു. ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നിട്ട് പോലും ഞാൻ തന്നെ അതിൻ്റെ ഡയറക്ടറായിരിക്കണമെന്ന് സുകുമാരൻ നായർ സാർ നിർദ്ദേശിച്ചു. സിൻഡിക്കേറ്റ് എല്ലാം അതിന് ശക്തിപൂർവ്വം പിന്താങ്ങുകയും ചെയ്തു. പക്ഷേ അതിലൊരു ഔചിത്യമുണ്ട്, കുറവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സിൻഡിക്കേറ്റ് മെമ്പർ ഒന്ന് ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടറായിരിക്കുക എന്നത് ശരിയല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ അന്നത്തെ നിർദ്ദേശം, ആസ് എ മെമ്പർ ഓഫ് ദ സിൻഡിക്കേറ്റ്, ബീയിങ് എ സിൻഡിക്കേറ്റ്, ഐ വിൽ നോട്ട് അക്സെപ്റ്റ് എനി ഓണറോറിയം ഓർ എനി കൈൻഡ് ഓഫ് TA or DA. അങ്ങനെ 5 വർഷവും ഞാൻ ഈ 6 വർഷവും ഇതിൻ്റെ ഡയറക്ടറായിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള ഒരു നിസ്വാർത്ഥ സേവനമാണ് അനുഷ്ഠിച്ചത്. Ironically, later when the university felicitated the former directors, I was exempted on the ground that I did not accept any TA or DA or honorary. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി. അന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ എൻവയോൺമെൻ്റൽ സയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സിലബസ് എന്താണെന്ന് അറിഞ്ഞുകൂടെ ആർക്കും. അന്ന് ഇന്ത്യയിൽ തന്നെ 6 ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻവയോൺമെൻ്റൽ സയൻസ് ഉള്ളൂ. 7ാമത്തേത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണെന്നാണ് എൻ്റെ ധാരണ. ഞങ്ങൾ സിലബസ് ഉണ്ടാക്കണം, സ്ഥലം കണ്ടുപിടിക്കണം. സെൽഫ് ഫൈനാൻസിങ് ആയതുകൊണ്ട് അതിന് സ്ഥലമില്ല, യൂണിവേഴ്സിറ്റി സ്ഥലം തരികയില്ല. അപ്പോൾ അന്ന് CMS കോളേജിലെ പ്രിൻസിപ്പൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്തെങ്കിലും ഒരു സ്ഥലം തരണമെന്ന്. CMS കോളേജിൽ ഉപയോഗിക്കാതെ കിടന്ന ഒരു ഹോസ്റ്റൽ അദ്ദേഹം കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ വാടകയൊന്നും തരാനൊക്കെയല്ല, കാരണം ഇത് സെൽഫ് ഫിനാൻസിങ്ങാണ്. അദ്ദേഹം അത് സമ്മതിച്ചു. അങ്ങനെ ഹോസ്റ്റൽ ബിൽഡിങ് ഞാനും ഡോക്ടർ സതീഷും കൂടെ കുറേ പേരെയൊക്കെ വിളിച്ച് അത് വൃത്തിയാക്കി അതിന് ശേഷം അതിന് വല്ല ഫർണിച്ചറും ലൈബ്രറിക്കും യൂണിവേഴ്സിറ്റിയുടെ ചില സഹായം വേണമെന്ന് പറഞ്ഞു. അത് ഏതായാലും യൂണിവേഴ്സിറ്റി തരികയും ചെയ്തു. പിന്നീട് ഈ സിലബസിൻ്റെ കാര്യം അന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഞാനും ഡോക്ടർ സതീഷും, ഐ തിങ്ക് ഡോക്ടർ AP തോമസും എൻ്റെ കൊടുത്തോണ്ടെന്ന് തോന്നുന്നു, ഞങ്ങൾ പല യൂണിവേഴ്സിറ്റികളിലും പോയി പലരുമായി ഡിസ്കസ് ചെയ്ത്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കാർ പറഞ്ഞു, നിങ്ങൾ എൻവയോൺമെൻ്റൽ സയൻസ് തുടങ്ങണ്ട, എൻവയോൺമെൻ്റൽ സയൻസിന് വലിയ കാര്യമൊന്നുമില്ല, എൻവയോൺമെൻ്റൽ മാനേജ്മെൻറ്റാണ് ഇപ്പോൾ പ്രാധാന്യം. അങ്ങനെ എൻവയോൺമെൻ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സ് MSc കോഴ്സ് തുടങ്ങണമെന്നാണ് നല്ലതെന്ന് അവർ പറഞ്ഞു. ഏതായാലും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് 1 വർഷം കൊണ്ട് സിലബസ്, സയൻസ്, ബിൽഡിങ്, ഫർണിച്ചറ് എല്ലാം ഉണ്ടാക്കി. അപ്പോൾ അവിടെ പെർമനൻറ്റ് ടീച്ചേഴ്സിനെ എടുക്കാനൊക്കില്ല. അന്ന് ഡോക്ടർ സതീഷ് RRCയിൽ വർക്ക് ചെയ്യാണ്. ഞാനൊരു ഇൻസ്പെക്ഷൻ ചെയ്യുന്നപ്പോഴാണ് ഡോക്ടർ സതീഷിനെ കാണുന്നത്.
സതീശിൻ്റെ ചുറുകുറുപ്പും അതിൻ്റെ താല്പര്യം കാണാൻ ഡോക്ടർ സതീശിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണുണ്ടായത്. ഡോക്ടർ സതീഷിനെ ഈ കാര്യത്തിൽ മറക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അന്ന് ഞാൻ കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കില്ല. അതുകൊണ്ട് ഞാൻ ഈവനിങ്ങിലെല്ലാം അവിടെ വരും, രാവിലെ വരും, ഉച്ചയ്ക്ക് വരും. സതീഷാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിള്ളേരെയൊക്കെ ഞങ്ങൾ പേപ്പറിൽ അഡ്വൈസ് ചെയ്ത് എക്സാമിനേഷൻ നടത്തി വളരെ വേണ്ട രീതിയിൽ ആ കുട്ടികളെയൊക്കെ സെലക്ട് ചെയ്ത് 12-13 കുട്ടികളെ ഞങ്ങളന്ന് അത് ഡോക്ടർ രഞ്ജിത്തൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ടീച്ചേഴ്സിനെ പെർമനൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ നിയമമില്ല, കാരണം സെൽഫ് ഫിനാൻസിങ് ആണ്. യൂണിവേഴ്സിറ്റി അതിന് ശമ്പളം തരികയില്ല. പക്ഷെങ്കിൽ ടീച്ചേഴ്സിനെ ഞങ്ങൾ ഗസ്റ്റ് ലെക്ചറായിട്ട് പ്രഗത്ഭരായ ടീച്ചേഴ്സിനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സെലക്ട് ചെയ്ത് അന്ന് ഞങ്ങളെ സെലക്ട് ചെയ്യായിരുന്നു. അന്ന് ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അവബോധമൊന്നുമില്ല. ഞങ്ങൾ നടത്തിയ കുറേ പ്രോഗ്രാമിൻ്റെ അവബോധം മാത്രമാണ്. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ സകാരത്തിൽ തുടങ്ങുന്ന 3-4 വാക്കുകളായിട്ടാണ് ജനം കരുതിയിരുന്നത്. സൈലൻ്റ് വാലി, സിമുവാലം കുരങ്ങ്, സുഗതകുമാരി. ഇതാണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അത് സാധാരണ ജനങ്ങളുടെ ഒരു ചിന്താഗതി. ആ ചിന്താഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി. അവിടെ അത് വളർന്ന് വലുതായി 5 വർഷം സീമസ് കോളേജിൻ്റെ ഹോസ്റ്റൽ മുറിയെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റി. അതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഭഗീരഥ പ്രയത്നങ്ങൾ വളരെ വലുതായിരുന്നു. ഏതായാലും പെട്ടെന്ന് അത് വളർന്ന് അത് 6ാമത്തെ വർഷം അതിന് ഡോക്ടർ എ പി തോമസിനെ അതിൻ്റെ ഡയറക്ടറായിട്ട് വെച്ചു. ഐ തിങ്ക് 6ാമത്തെ വർഷത്തിൽ അത് റെഗുലർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പിന്നീട് യൂണിവേഴ്സിറ്റി അംഗീകരിക്കുകയും പിന്നീട് ലെക്ചറേഴ്സിനെയൊക്കെ പൊതുവെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇന്നത് വളർന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ കേരളത്തിൻ്റെ തന്നെ അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി വളർന്ന് കാണുമ്പോഴുള്ള സന്തോഷം നിങ്ങളേവരേക്കാൾ കൂടുതലായിട്ട് എനിക്കാണ് തോന്നുന്നത്. കാരണം നമ്മൾ നട്ടു വളർത്തിയ ചെടി പന്തലിച്ച് വളർന്ന് പുഷ്പിച്ച് പലർക്ക് തണൽ കൊടുക്കുന്ന ഒരു മഹാവൃക്ഷമായിട്ട് മാറുന്നത് കാണുമ്പോൾ അത് നമ്മുടെ സന്തോഷം എത്രയെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് സാധിക്കില്ല. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അദ്ദേഹം വളരെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം അന്ന് YMCA ഹാളിലാണ് നടന്നത്. ഡോക്ടർ അടിയോടി ആയിരുന്നു കേരള മഹാത്മാ യൂണിവേഴ്സിറ്റിയിലെ ആക്ടിംഗ് വൈസ് ചാൻസലർ. വളരെ ഗംഭീരമായ ഒരു ഉദ്ഘാടനമൊക്കെ നടന്ന് അന്ന് സാബു സാറ് അവിടെ വന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. അതിനുശേഷം ഡോക്ടർ അരവിന്ദൻ ഇതിൻ്റെ ഡയറക്ടറായി, രാമസ്വാമി ഡയറക്ടറായി. ഇവരെല്ലാം വലിയ വലിയ സേവനങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയത്. ഞാൻ കുറേ നാളിവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് വളർന്ന് വലുതായി കാണുമ്പോൾ ഉള്ള ആ ഒരു ആത്മസംതൃപ്തി എത്രമാത്രം വലുതാണ് എന്നെനിക്ക് പറയുവാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വീണ്ടും വളർന്ന് ഈ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഡോക്ടർ വൈസ് ചാൻസലർ പറഞ്ഞ പോലെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ 10 യൂണിവേഴ്സിറ്റികൾ ഒന്നായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വളരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിനായി ഡോക്ടർ എ പി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയായ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ്, പ്രിയപ്പെട്ട പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദ് കുമാർ, KP ജോയ് സാർ, ശ്രീ രഞ്ജൻ, ഡോക്ടർ ബൈജു, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ജോയ് സാർ ഇവിടെ വന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ സ്കൂൾ തുടങ്ങിയതെന്ന്. ആ ഒരു കാലഘട്ടത്തെപ്പറ്റി ഇന്നിപ്പോൾ ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് എതിരായിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്താണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കുറേ സെൽഫ് ഫിനാൻസ് കോഴ്സുമായിട്ട് വരുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയെ ഇങ്ങനെ നിർത്തിയതൊക്കെ ആ സെൽഫ് ഫിനാൻസിങ് കോഴ്സസുകളാണ് സാമ്പത്തികമായിട്ട്.
ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാനായിട്ട് ഒരു പഴയ ഒരു ഹോസ്റ്റല്, കുറേ മുറികൾ, ആ ഹോസ്റ്റലിൻ്റെ വാർഡനായിരുന്നു കുറച്ച് നാൾ ഞാൻ. ആ ഹോസ്റ്റൽ പൂട്ടി, 100 വർഷം പഴക്കമുള്ള കെട്ടിടം. അവിടെയാണ് ഈ പ്രവർത്തനം നടത്തിയിരുന്നത്. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും അറിയാം. ഞാനന്ന് CMS കോളേജിലുള്ള കാലമാണ്. സാർ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. സാറിൻ്റെ ഒരു താല്പര്യമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകാൻ കാരണം. ഈ കോഴ്സൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന ഉള്ള ആധുനിക അധ്യാപകരുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാറ് മുമ്പോട്ട് വരികയും അത് സ്ഥാപിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ അത് നടത്താനും സാധിച്ചു. തുടക്കം കുറിച്ച ശേഷം പിന്നീട് വന്നവരെന്ത് ചെയ്തു, അതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാര്യം. തുടക്കം വളരെ നല്ലത്, പക്ഷെ പിന്നീട് വന്നവരുടെ പെർഫോമൻസാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരെ ഇവിടെ എടുത്തു. ഇവിടെ പറഞ്ഞു ഇത് റെഗുലർ ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയ ശേഷം വളരെ കുറച്ച് കുട്ടികൾ, 2 ബാച്ച് ഉണ്ടായിരുന്നു, MPhil ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേര്, ഞാൻ കൂടാതെ ഡോക്ടർ സതീഷ്, രാമസ്വാമി ആൻഡ് ഡോക്ടർ ഹാത്ത. ഒരു കുടുംബത്തിലിരിക്കുന്ന എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന പോലെയാണ്. എപ്പോഴും കുട്ടികളെയും കണ്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കും. രാത്രി വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കും. മിക്കവാറും ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേ പോകത്തുള്ളൂ. എങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ പ്രവർത്തന ശൈലി, അതായിരുന്നു ചർച്ച. എനിക്ക് ഉള്ള ചില അറിവുകളും ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നതിനെപ്പറ്റി അറിയാം. ഒട്ടും അഭികാമ്യമായിരുന്നില്ല അവിടുത്തെ വർക്ക് കൾച്ചർ. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൾച്ചർ ഇവിടെ കൊണ്ടുവരണം, അതായിരുന്നു ഉന്നമനം. അങ്ങനെ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് ഞങ്ങൾ വന്നു. ഞങ്ങൾ 4 പേര് ഒറ്റ മനസ്സാണ്. ടീച്ചിങ്, നോൺ ടീച്ചിങ് സ്റ്റുഡൻസ് ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഈ യൂണിവേഴ്സിറ്റി കാണത്തില്ല. എല്ലാ കാര്യങ്ങളും ടീച്ചിങ്ങും നോൺ ടീച്ചിങ്ങും സ്റ്റുഡൻസും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് സവിശേഷമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ നോൺ ടീച്ചിങ് എന്ന് പറയുന്നത് നോൺ അക്കാഡമിക് എന്നാണ് ഒരു വിലയിരുത്തൽ. വളരെ തെറ്റായ ഒരു കാര്യമാണത്. ഒരു സർവകലാശാലയിൽ നടക്കുന്നതെല്ലാം അക്കാഡമിക്കാണ്. അത് ക്ലാസ് മുറിയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫുകളെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് ചോദിക്കും. അങ്ങനെ കുറച്ച് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ റിസോഴ്സ്ഫുള്ളായിരുന്നവർ. മാത്രമല്ല ഞങ്ങളുടെ ഇവിടുന്ന് ദൂരെയാണല്ലോ, CMS കോളേജിൽ നിന്ന് ഫയലുമായിട്ട് ഇവിടെ വരണമെങ്കിൽ പ്യൂൺസ് ഞങ്ങൾക്കില്ല. ഡയറക്ടറാണ് ഇത് ഫയലുമായിട്ട് വരുന്നത് ഇങ്ങോട്ട്. ഇവിടെ ഓരോ സെക്ഷനിൽ പുറകെ നടന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കണം. വലിയ ഭഗീരഥ പ്രയത്നമാണ്. ഈ ഓഫീസിലുള്ളവർ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആരോടും ഇതുവരെയും ഒരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ടില്ല. അത് എൻ്റെ സർവീസിലുള്ള കാലത്ത് ആരോടും ഒരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ പുറകെ നടന്നാൽ ഏത് കാര്യവും നടക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്. ഒന്നും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഒരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു ഞങ്ങൾ നടത്തിയത്. അതിന് ഫലം കണ്ടു, വേഗം ഫലം കണ്ടു. ആദ്യം ഇവിടെ നാക് ടീം വന്നു 2003. 2003 നാക് ടീം വന്ന ശേഷം അവരുടെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വളരെ ഭാവിയുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എൻവയൺമെൻറ്റ് സയൻസ് ആയിരുന്നു. അപ്പോൾ അന്നേരം ഇവിടെ ഇത് വലിയൊരു ബോംബ് പോലെ ആയിപ്പോയി. കാരണം 3 വർഷം പഴക്കമുള്ള ഒരു സ്കൂള് വളരെ പ്രോമിസിംഗ് ആയിട്ട് കാണിക്കുന്നു എന്ന് നാക്കിൻ്റെ ഒരു കമൻറ്റ്
അത് പേപ്പറിലൊക്കെ വന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ എൻ്റെ ഈ ഫയലിനകത്തുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു കറേജ് തന്നു. അതിനുശേഷം യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഞങ്ങളോടുള്ള അപ്രോച്ച് അല്പം മാറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരും. അന്നത്തെ വൈസ് ചാൻസലർമാരും ഒക്കെ നമുക്ക് വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നാക്ക് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ നാക്കുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. 2010 നാക്ക് വന്നു. അതിനകത്തും ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ മെൻഷനിങ് ഉണ്ട്. ഈ നാക്ക് റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പേജിൽ 3 മേജർ ഫീച്ചേഴ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ് എന്നൊരു ഐറ്റം ഉണ്ട്. 3 മേജർ ഫീച്ചേഴ്സ്, ഏറ്റവും പ്രോമിസിംഗ് ആയ 3 കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുക. ആ റിപ്പോർട്ടിൻ്റെ ആദ്യം. ഇപ്പോൾ ആദ്യം 2003 ഞങ്ങളുടെ പേരുണ്ടായിരുന്നു. 2010 സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ പേര് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അവർ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്തു. 2017 ഉണ്ടായിരുന്നു ഈ സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ പേര്, ഒബാമ സിംഗ് 21st സെഞ്ച്വറി ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഈ നാക്ക് നമ്മൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ പ്രവർത്തന ശൈലിയുടെ പ്രതിഫലനമാണ്. അല്ലാതെ നാക്ക് ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അപ്പോൾ എപ്പോഴും നമ്മൾ ഇനി ഈ വർഷം വരാൻ പോകുന്നതിലും അങ്ങനെ ഒരു ഐറ്റം കാണുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഏതെങ്കിലും ഒരു ഐറ്റം കാണും ഈ എൻവയോൺമെൻറ്റ് സയൻസിനെ പറ്റിയുള്ളത്. അപ്പോൾ മാത്രമല്ല, അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, പല ക്രൈറ്റീരിയൻ മറ്റുള്ള അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്തൊക്കെ ഈ എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് പല കാര്യങ്ങളും. ഇതെല്ലാം ഒരാളുടെ കഴിവല്ല, ഇത് നമ്മൾ കളക്റ്റീവായിട്ട് ചെയ്ത ചില എഫേർട്ടിൻ്റെ പ്രതിഫലനമാണ്. പലപ്പോഴും ഒരു വ്യക്തി വലുതാകാനല്ല ശ്രമിക്കേണ്ടത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വലുതാകേണ്ടത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വലുതാകുമ്പോൾ അതിലുള്ള വ്യക്തികളും വലുതാകും, അതിൻ്റെ കൂടെ വലുതാകും. വേറെ ഒരു കാര്യം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്, അതും വ്യത്യസ്തമായ ഒരു രീതിയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ജൂനിയർ ഫാക്കൽറ്റി മെമ്പറിനെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് എല്ലാ ഫെസിലിറ്റിയും എല്ലാ എൻകറേജ്മെൻറ്റും കൊടുക്കണം. കാരണം ഭാവിയിൽ അവരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടു നടക്കേണ്ടത്. അത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ വളരെ റെയറാണ്. എനിക്കറിയാം മറ്റ് സഹോദര യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളൊക്കെ. ഒരിക്കലും ഒരു സീനിയർ ഫാക്കൽറ്റി താഴെയുള്ളവരെ മൈൻഡ് ചെയ്യുന്ന രീതിയല്ല. ബെനിഫിറ്റുകളെല്ലാം അവർ കൊണ്ടുവന്നു, അവർ വേഗം റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ജൂനിയറായ ഫാക്കൽറ്റിയെ വളർത്തിയെടുത്ത് കൊണ്ടുവരിക എന്നെങ്കിൽ മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റ് വളരുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ അതൊരു വിജയകരമായ ഒരു കാര്യമാണ്. ഇവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിൻ്റെ കാര്യം, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി കാര്യം, അതുപോലെ നമ്മുടെ നെടുങ്കണ്ടത്ത് പ്രോഗ്രാം തുടങ്ങിയതിൻ്റെ കാര്യം, അന്നത് വൈസ് ചാൻസലറും ഒക്കെ വലിയ ഭയങ്കര പ്രോഗ്രാമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻറ്റർ, നമ്മുടെ ഈ വേമ്പനാട് എൻവയോൺമെൻറ്റ് റിസർച്ച് സെൻറ്റർ തുടങ്ങാനായിട്ട് നമ്മൾ ശ്രമിച്ചു. ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. എല്ലാ ശ്രമങ്ങളും വിജയിക്കണമെന്നില്ല, പക്ഷേ ശ്രമങ്ങൾ നടത്തണം. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ PhD കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നമ്മുടെ വർക്ക് കാര്യങ്ങളെപ്പറ്റി, വർക്ക് കൾച്ചറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എവിടെയും ഒരു ഡിസിപ്ലിൻഡായിട്ട് ഒരു സഹകരണ ഭാവത്തോടു കൂടിയും കളക്റ്റീവായ എഫർട്ടാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് കാര്യത്തിനും അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ഈ നാക്ക് റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ വേറെ കുറേ ഫീഡ്ബാക്ക്സ് ഞാൻ കിട്ടിയിട്ടുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയുള്ള. അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞങ്ങൾ 4 പേരിരുന്ന് ആലോചിച്ച കാര്യങ്ങളാണ്. അപ്പോൾ പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും ഞങ്ങൾ അവിടെ എടുക്കത്തില്ല, കളക്റ്റീവായ ഇൻട്രസ്റ്റുകളെ എടുത്തിട്ടുള്ളൂ. അതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളർച്ചയ്ക്ക് കാരണം. ആ ഒരു സാഹചര്യം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, ഇതൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആകും. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ആകും. നാടിനും രാജ്യത്തിനും വലിയൊരു സമ്പത്തുമാകും. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസിലെ മുൻ അധ്യാപകൻ ഡോക്ടർ AP പ്രദീപ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു.
ഗുഡ് ഈവനിങ്. സമയം വളരെ വൈകി. പ്രൊഫസർ സാബു തോമസ്, പ്രൊഫസർ CT അരവിന്ദ് കുമാർ, പ്രകാശ് കുമാർ ജസ്റ്റ് ലെഫ്റ്റ്, പ്രൊഫസർ AP തോമസ്, പ്രൊഫസർ KP ജോയ്, പ്രൊഫസർ EV രാമസ്വാമി, രഞ്ജൻ മാത്യു വർഗീസ് ആൻഡ് ദ പ്രസൻറ്റ് ഡയറക്ടർ KR ബൈജു. എൻ്റെ പെർസ്പെക്റ്റീവ് ഇതുവരെ പറഞ്ഞതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഇവിടെ സംസാരിച്ചു, ഫോർമൽ ഒരു സ്റ്റുഡൻറ്റ് സംസാരിച്ചു, ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് സംസാരിച്ചു. ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോയ ഒരു ഫാക്കൽറ്റി മെമ്പറാണ്. അപ്പോൾ സ്റ്റുഡൻസിന് ഇവിടുന്ന് പലതും ഗെയിൻ ചെയ്തെന്ന് എല്ലാവരും പറഞ്ഞു. അതുപോലെ തന്നെ ഫാക്കൽറ്റിയും ഇവിടുന്ന് പലതും ഗെയിൻ ചെയ്തിട്ടാണ് പോകുന്നതെന്നുള്ളതിനുള്ളൊരു നല്ല പ്രൂഫ് ഞാനാണ്. കാരണം ഇവിടുന്ന് ഞാനിവിടെ 2010-11 റീഡറായിട്ടാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 12-13 കൊല്ലം കഴിഞ്ഞു. വേറെ പല സ്ഥലത്തും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ ഫാക്കൽറ്റി ആയിരുന്നു. നാട്ടകം ഗവൺമെൻറ് കോളേജിലെ ഫാക്കൽറ്റി ആയിരുന്നു. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. 10-12 വർഷത്തിന് ശേഷവും അതിനിടയ്ക്കുള്ള എല്ലാ വർഷവും തിരിച്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരാൻ എനിക്ക് വളരെയധികം താല്പര്യമാണ്. ഇവിടെ എന്ത് പ്രോഗ്രാം നടന്നാലും ഞാൻ വരുന്നുമുണ്ട്. അതിൻ്റെ റീസൺ തന്നെ സ്റ്റുഡൻസിനെ മൗൾഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഫാക്കൽറ്റിയും ഇവിടുത്തെ ആ കൾച്ചറിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അത് ഈ ഡിപ്പാർട്ട്മെൻ്റ് ഒരു സ്പെഷ്യൽ കൾച്ചറുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഒരു സ്പെഷ്യൽ കൾച്ചർ ഓഫ് കോപ്പറേഷനുണ്ട്. ആ കൾച്ചർ നമ്മളും കൂടെ ഫാക്കൽറ്റിയും കൂടെ ഇംബൈബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ പല വളരെ എക്സ്പെർട്ട് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ വന്നു പോയവരുണ്ട്. അതിലൊന്ന് മുഹമ്മദ് ഹാത്ത വാസ് എക്സ്ട്രീംലി എഫക്റ്റീവ് ആസ് എ ഫാക്കൽറ്റി ഹിയർ ആൻഡ് ഇപ്പോൾ കുസാറ്റിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഷിബു കെ മാണി, ഹി വാസ് ഗൈഡിങ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ പ്രോഗ്രാം അല്ലെങ്കിൽ അതിനോട് ഏകദേശം സിമിലറായിട്ടുള്ള പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് അങ്ങനെ ഒരു ഫാക്കൽറ്റി മെൻറ്ററിങ് ഒരു ട്രെൻഡ് കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ AP തോമസ് സാറും എനിക്ക് തോന്നുന്നു രാമസ്വാമി സാറും അതിൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ സുഭാഷ്, എല്ലാത്തിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സുഭാഷ്, ഇവർ 3 പേരും കൂടെ ഒരു വലിയൊരു ബെഡ് ചുമന്നുകൊണ്ട് വരുന്നു, ഒരു കിടക്ക. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് സാധാരണ ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി പ്രദീപിന് ഒരു ബെഡ് ഡൊണേറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ബെഡ് എൻ്റെ റൂമിലുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് റിലാക്സ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ അതിൽ റിലാക്സ് ചെയ്യാറുണ്ട്. പക്ഷേ ഐ യൂസ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഹിയർ. രാവിലെ മുതൽ രാത്രി കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വർക്ക് കൾച്ചർ, അങ്ങനെ ഒരു വർക്ക് കൾച്ചർ അധികം ഇല്ലാത്ത ഒരാളിൽ ഇംബൈബ് ചെയ്യാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചു. പക്ഷേ ഇവിടെ നിന്ന് പിന്നീട് എനിക്ക് വിട്ടു പോകേണ്ടി വന്നു. ഞാൻ ജിയോളജിയിലേക്ക് പോയി. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതിപ്പോഴും നടക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയ ഒരു ഡിസാസ്റ്റർ കോൺഫറൻസ് ഉണ്ട്. ആ കോൺഫറൻസ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നുകൊണ്ട് മാത്രം ചെയ്തൊരു കോൺഫറൻസാണ്. അത് ഈ ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെയും കൂടെ ഒത്തുചേർന്നൊരു ശ്രമമായിട്ടാണ് അത് നടന്നത്. പ്രത്യേകിച്ച് AP തോമസ് സാറ് ആണ് അതിന് ഒരു സ്റ്റാർട്ട്, അതിൻ്റെ ആ ഒരു ഐഡിയ തന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അത് നടന്നു. അപ്പോൾ എക്സലൻസിലേക്ക് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ പുതിയ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കോഴ്സസ് യൂണിവേഴ്സിറ്റിക്ക് കിട്ടുകയാണ്, ഗവൺമെൻറ് അത് സപ്പോർട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ എന്തായിരുന്നാലും നമ്മൾ ഈ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയി മാറും. അത് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സ്കൂൾ ഓഫ് എൻവറോൺമെൻറ്റൽ സയൻസസ് വുഡ് ബി നമ്പർ 1. പിന്നെ VC പ്രൊഫസർ സാബു സാർ പറഞ്ഞതുപോലെ മേ ബി വിൽ ഈവൻ ഗോ ഹൈ അപ്പ് ഇൻ ദ എക്കലോൺസ് ഓഫ് വേൾഡ് റാങ്കിങ് ആസ് ഫാർ ആസ് എൻവറോൺമെൻറ്റൽ സയൻസ് ഈസ് കൺസേൺഡ്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ഐ കീപ് മൈ വേർഡ്സ് ഷോർട്ട് ആൻഡ് I wish all the best for this department, and
as you have mentored me also as a faculty. I'm really thankful for the mentoring I received from the university and from the department and from the directors who are sitting here, as well as my colleagues like VP Silas and Mahesh Mohan and all the others here. I wish the best for the department, for the school in the coming years. And my association will continue with the school till it is possible. Okay, thank you very much. താങ്ക് യു സർ. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സ്കൂൾ ഓഫ് എൻവയറമെൻറ്റൽ സയൻസിൻ്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ KR ബൈജുവിനെ ക്ഷണിക്കുന്നു. നേരം വളരെ വൈകി, അതുകൊണ്ട് തന്നെ വലിയ വർത്തമാനത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ബൃഹത്തായ ഉദ്ഘാടന പരിപാടികളാണ് ഇന്നിവിടെ നമ്മൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ 25 വർഷത്തെ ജൈത്രയാത്രയുടെ ഒരു നാഴികക്കല്ല് എന്നോണം എക്കോട്ടോൺ 2023 ബഹുമാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതോടൊപ്പം നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച പ്ലാൻ ഫണ്ടിൽ നിന്ന് ലഭിച്ച UAV ഫെസിലിറ്റിയുടെ ഉദ്ഘാടന കർമ്മം, അതോടൊപ്പം നമ്മുടെ എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഓഡിറ്റ് റിപ്പോർട്ടും സർട്ടിഫിക്കറ്റും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സ്വീകരിക്കുകയുണ്ടായി. ഇതിന് മുന്നോടിയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂണിവേഴ്സിറ്റിയുടെ തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ബൃഹത്തായ പല പരിപാടികളാണ് ഇന്ന് കോർത്തിണക്കി നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ ദീർഘമായി പോയി പരിപാടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ എക്കോട്ടോൺ 2023 ഈ 25 വർഷത്തെ നമ്മുടെ രജത ജൂബിലി ആഘോഷം ഒരു വർഷക്കാലം വിവിധ പരിപാടികളോടുകൂടി നടത്തുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രോ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ ഒരു പോളിസി ഡോക്യുമെൻ്റ് സംസ്ഥാന സർക്കാരിന് ആയിട്ട് ഒരു പോളിസി ഡോക്യുമെൻ്റ് തയ്യാറാക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പഠിച്ചു പോയതും അല്ലാത്തതുമായ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെയും അനുബന്ധ മേഖലയിലുള്ളവരെയും കോർത്തിണക്കിക്കൊണ്ട് വിവിധ തരത്തിലുള്ള വിവിധ സബ് ഗ്രൂപ്പുകളിലുള്ള പരിസ്ഥിതി ആയാലും കെമിസ്ട്രി ആയാലും പരിസ്ഥിതി ദുരന്ത നിവാരണമായാലും ഭൗമശാസ്ത്രപരമായാലും ഒക്കെ വിവിധ തരത്തിലുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ഈ ഒരു വർഷക്കാലം നമ്മൾ സംഘടിപ്പിക്കുവാൻ ആലോചിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് വരുന്ന 12 മാസക്കാലം ഓരോ മാസത്തിൽ ഇടപെട്ടെങ്കിലും നമ്മൾ ഇത്തരം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിൽ നിന്നെല്ലാം ഉരുത്തിരിയുന്ന ആശയ സംഹിതയെ ഒരു ബൃഹത് പുസ്തകമാക്കി ഒരു ബൃഹത് ഗ്രന്ഥമാക്കി പറ്റുമെങ്കിൽ അന്താരാഷ്ട്ര തരത്തിലുള്ള ഒരു പ്രസിദ്ധീകരണ കമ്പനിയെ കൊണ്ട് തന്നെ നമുക്ക് പ്രസിദ്ധമാക്കുവാൻ സാധിക്കും എന്ന് ഞാൻ ആശിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമതായി നമ്മുടെ 25 വർഷക്കാലത്തെ കളിച്ചിരികളും തമാശകളും നേട്ടങ്ങളും കോട്ടങ്ങളും കരച്ചിലും സന്തോഷവും എല്ലാം അടങ്ങുന്ന ഒരു സുവനീർ ഇതിൻ്റെ സമാപന സമയത്ത് ഈ ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഇവിടെ പഠിച്ചു പോയ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കൊച്ചു കുറിപ്പുകൾ, കൊച്ചു കവിതകൾ, കഥകൾ, അനുഭവങ്ങൾ എല്ലാം നമ്മളൊരു സുവനീറായി പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ മുഖ്യമായും ഇങ്ങനെ 3 പരിപാടികളാണ് അവസാനമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എക്കോട്ടോൺ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിവിധ
മേഖലയിലുള്ള വിദഗ്ധരെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരികയും അവരുമായി ആശയ സംവാദങ്ങൾ നടത്തുകയും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പരിപാടികൾ സമംഗളമായി നടക്കുമെന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ എൻ്റെ ഹൃദയത്തിൻ്റെ നാമത്തിലും യൂണിവേഴ്സിറ്റിയുടെ നാമത്തിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് ആധ്യക്ഷം വഹിച്ച നമ്മുടെ പ്രിയങ്കരനായ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് സാറിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ വൈസ് ചാൻസലർ പ്രൊഫസർ CT അരവിന്ദ് കുമാർ, കാരണം നമ്മൾ ഒരാളാണ്, നമ്മളോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത് സംഘടിപ്പിക്കുന്നതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പല നമ്മുടെ ഗസ്റ്റുകളെയും വിളിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സഹായം വളരെയായിരുന്നു. ഇതെല്ലാം സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സഹായത്തിനും അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തിയതിനും എല്ലാ തരത്തിലുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MP തോമസ് ചാഴിക്കാടൻ അവർകളുണ്ടായിരുന്നു. ഡോക്ടർ ജോബ് മൈക്കിൾ എത്തിയിരുന്നില്ല എങ്കിൽ കൂടെയും ഈ സംഘാടകരുടെ പേരിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഡോക്ടർ R സതീഷ് എൻഡോമെൻറ്റ് അവാർഡ് വിതരണം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ B പ്രകാശ് കുമാർ, അദ്ദേഹത്തിനും ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിൽ ഹൃദയംഗമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ വേദിയിലുണ്ടായിരുന്ന നമ്മുടെ സ്ഥാപക ഡയറക്ടർ ഡോക്ടർ KP ജോയ്, അതുപോലെ മുൻ ഡയറക്ടർമാർ ഡോക്ടർ AP തോമസ്, ഡോക്ടർ EV രാമസ്വാമി, 3 പേരെയും സഹർഷം ഞാൻ ഈ വേദിയിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ആശംസാ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്ത മിസ്റ്റർ രഞ്ജൻ മാത്യു വർഗീസ്, പ്രൊഫസർ AP പ്രദീപ് കുമാർ, ഇവർക്ക് സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം സഹായവും സഹകരണവും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികളെയും അതോടൊപ്പം ഇന്ന് ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ അലുമിനി, ഇവിടെ പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികൾ, അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. മധുരം പങ്കുവച്ചുകൊണ്ട് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസിനെ സാദരം ക്ഷണിക്കുന്നു.
താങ്ക് യു ഓൾ. ഔദ്യോഗികമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പ്: അല്പസമയത്തിനകം കൾച്ചറൽ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. അതിനുശേഷം ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്.